വചനം തിരുവചനം മാനവരക്ഷാവചനം. ഹൃദയങ്ങളെ ഒരുങ്ങിയിടുക വചനത്തെ എതിരേൽക്കാൻ. സഹോദരി സഹോദരന്മാരെ, യുവതികളെ, കുട്ടികളെ, നമുക്കറിയാം മനുഷ്യ ശരീരത്തിൽ രണ്ട് വ്യക്തികൾക്കാണ് ഇടപെടാനായിട്ട് പറ്റുന്നത്, അധികാരമുള്ളത്. അതാരാണെന്ന് വെച്ചാൽ, ഒന്ന് ദൈവപുത്രനാണ്, രണ്ട് ദുഷ്ടാത്മാവിനാണ്. ശരീരത്തിൻ്റെ വിശുദ്ധി അനുസരിച്ചായിരിക്കും ഓരോ വ്യക്തിയും. നമ്മൾ കൃപയിൽ അഭിഷേകത്തിൽ നിറയാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, കർത്താവിനോട് ദൈവകൽപ്പനകൾ പാലിച്ച് ജീവിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ കുടികൊള്ളും. കൃപയ്ക്ക് മേൽ കൃപ നമ്മളിൽ വളരുകയും ചെയ്യും. എന്നാൽ ദൈവത്തെ നമ്മൾ അനുസരിക്കാതെ, ദൈവത്തെ നമ്മൾ സ്നേഹിക്കാതെ, ദൈവത്തോട് പ്രാർത്ഥിക്കാതെ നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മുടെ ശരീരത്തിൻ്റെ മേലുള്ള അധികാരം പിശാച് ഏറ്റെടുക്കും. എന്നാൽ നമുക്കറിയാം 2024 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യരുടെ മേലുള്ള അധികാരം യേശു പിതാവായി ദൈവം യേശു ക്രിസ്തുവിലൂടെ പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും, പാപം ചെയ്യാത്തവൻ്റെ ശരീരവും രക്തവും പിശാചിൻ്റെ മേൽ കൊടുത്തുകൊണ്ട് ആ പിശാചിൻ്റെ മേൽ, മനുഷ്യൻ്റെ മേൽ പിശാചിനുള്ള അധികാരം ഈശോ തൻ്റെ ശരീരത്തിലൂടെയും രക്തത്തിലൂടെയും തിരിച്ചു പിടിക്കുകയാണ് ചെയ്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഏത് ആത്മാവിനോട് നമ്മൾ ചേർന്ന് പോകണമെന്ന് ചിന്തിക്കേണ്ടതും ആഗ്രഹിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും നമ്മൾ ഓരോരുത്തരും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ നിലനിൽക്കണമെങ്കിൽ വിശുദ്ധിയാണ് ദൈവത്തിൻ്റെ ആത്മാവ് നിലനിൽക്കാൻ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത്. വിശുദ്ധിയുള്ള സ്ഥലത്ത് ഈശോ ഉണ്ടാവും. അശുദ്ധിയുള്ള സ്ഥലത്ത് ആരുണ്ടാവും? ദുഷ്ടാത്മാവ് ഉണ്ടാവും, പിശാചുണ്ടാവും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈശോ തൻ്റെ അപ്പസ്തോലന്മാർക്ക് പറയുന്ന ആദ്യത്തെ കൽപ്പന എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നവവൈദികരോട് പറയുന്ന ആദ്യത്തെ കൽപ്പന, അല്ലെങ്കിൽ പുരോഹിതരോട് പറയുന്ന ആദ്യത്തെ കൽപ്പന ഏതാണെന്ന് വെച്ചാൽ ഏതായിരിക്കും? അത് കർത്താവിനോട് ചേർന്നിരിക്കുക, പ്രാർത്ഥിക്കുക എന്നുള്ള. ഈശോ അപ്പസ്തോലന്മാരോട് പറഞ്ഞു, എന്താണ് പറഞ്ഞത്? പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും. പ്രലോഭനത്തിൽ സ്വാഭാവികമായിട്ട് ആദ്യത്തെ കൽപ്പന എന്ന് പറയുമ്പോൾ നിങ്ങൾ ദൈവകൽപ്പന പറയേണ്ടതാണ്. പക്ഷേ അതല്ല ഈശോ പറയണത്. അതായത് ദൈവകൽപ്പന പാലിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒന്നാം പ്രമാണം ലംഘിക്കാതിരിക്കണമെങ്കിൽ ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് എന്താണ്? കർത്താവിനോട് ചേർന്നിരിക്കുക എന്നുള്ള. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ വശത്തിൽ ചാരിക്കിടന്ന യോഹന്നാന് ഈശോ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, തൻ്റെ രഹസ്യങ്ങൾ, ഹൃദയത്തിൻ്റെ രഹസ്യങ്ങൾ ഈശോ വെളിപ്പെടുത്തി കൊടുത്തു. എന്നാൽ ഹൃദയത്തോട് ചേർന്ന് നിൽക്കാത്ത ഒരു വ്യക്തിയായിരുന്നു യൂദാസ്കറിയോത്ത്. യൂദാസ്കറിയോത്ത് എന്തുണ്ടായി? അവൻ യേശുവിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിന്നില്ല എന്ന് മാത്രമല്ല, അവൻ ലാഭം നോക്കിയിരുന്നു. എന്ത് എനിക്കിതിൽ കിട്ടും? യേശുവിനെ ഒറ്റക്കൊടുത്താൽ എന്ത് കിട്ടും? ഹല്ലേലൂയ. ഈ കൂട്ടായ്മയിൽ നിന്ന്, ആ അപ്പസ്തോലന്മാരുടെ കൂട്ടായ്മ എന്നിട്ട് അവൻ ചിന്തിച്ചത് എനിക്കെന്ത് കിട്ടും, എനിക്കെന്താ, കുടുംബത്തിന് എന്ത് കിട്ടുമെന്നുള്ള ഇതായിരുന്നു. അതുകൊണ്ട് എന്തുണ്ടായി? അവൻ ആ ആഗ്രഹിച്ച ഫലത്തിന് അവൻ വിട്ടുകൊടുത്തു. എന്നുണ്ടായി? അവൻ ആത്മഹത്യ ചെയ്ത് മരിക്കാനായിട്ട് ഇടയായി. ഹല്ലേലൂയ. അതുകൊണ്ട് സ്നേഹമുള്ളവർ, ഈശോ ആദ്യത്തെ കൽപ്പനയായിട്ട് മനുഷ്യരോട് പറയുന്നത്, പ്രത്യേകിച്ച് വൈദികരോട് പറയുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ കുറേ നാൾ, അതായത് നവവൈദികരോട് പറയണത്, നിങ്ങൾ എൻ്റെ അടുത്തിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങളോട് സംസാരിക്കും. 424 കണ്ണിയിൽ പ്രകാരം പറയാണ്: പുത്തൻ ഉടമ്പടിയിലെ വൈദികരെന്ന നിലയിൽ അവർക്ക് ഞാൻ നൽകിയ ആദ്യത്തെ കൽപ്പന പ്രസംഗിക്കാനല്ല, പഠിപ്പിക്കാനല്ല, രോഗികളെ സുഖപ്പെടുത്താനല്ല, മാമോദീസ നൽകാൻ പോലുമല്ല. അല്ല, ഒരു പുരോഹിതൻ്റെ ഏറ്റവും പ്രഥമമായ ദൗത്യം എന്താണെന്ന് വെച്ചാൽ എന്താ? വചനം പ്രസംഗിക്കുക എന്നുള്ള. അല്ലേ? വചനം പ്രസംഗിക്കുക എന്നുള്ള.
രണ്ടാമത് അവൻ്റെ കൽപ്പന എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുക എന്നാണ്, സഭയുടെ കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നാണ്. മൂന്നാമത് എന്താണെന്ന് വെച്ചാൽ രോഗികളെ സുഖപ്പെടുത്തുക എന്നുള്ളതാണ്. ഈശോ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, രോഗികളെ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനും ഞാൻ നിങ്ങളെ അയക്കുന്നു. രോഗികളെ സുഖപ്പെടുത്താനല്ല, നാലാമത് പറയും മാമോദീസ നൽകുവാനല്ല. അതുകൊണ്ടാണ് പൗലോസിലെ പറഞ്ഞത്, ഞാൻ മാമോദീസ എല്ലാം നൽകാൻ വിളിക്കപ്പെട്ടത് ഞാൻ സുവിശേഷം പ്രസംഗിക്കാനാണ്. എന്നാൽ സുവിശേഷവുമല്ല, മാമോദീസയല്ല, പഠിപ്പിക്കലുമല്ല, രോഗശാന്തി ശുശ്രൂഷയല്ല, മറിച്ച് പറയാണ് അതുപോലുമല്ല, പ്രത്യുത എന്നോടൊപ്പം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ടാണ് ഞാൻ നവവൈദികരെ വിളിക്കുന്നത്. എൻ്റെ 3 ആത്മമിത്രങ്ങളായ വൈദികരോട്, എൻ്റെ നവവൈദികരായ ശിഷ്യന്മാരോട് ഞാൻ ആദ്യമായി ആവശ്യപ്പെടുന്നത് എന്നോടൊപ്പം ഉണർന്ന് പ്രാർത്ഥിക്കാനാണ്. അവരെ ഉടൻ തന്നെ പ്രവർത്തന രംഗത്തേക്ക് അയക്കുകയോ എന്തെങ്കിലും ദൈവിക കർമ്മങ്ങൾ ഏൽപ്പിക്കുകയോ ചെയ്തില്ല. പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അനുസരണത്തോടെ പിതാവിന് പൂർണ്ണമായും വിട്ടുകൊടുക്കുന്ന എൻ്റെ പ്രാർത്ഥനയിൽ ഐക്യപ്പെട്ടുകൊണ്ട്. അപ്പോൾ ഒരു വ്യക്തി എങ്ങനെയാണ് പിതാവായി ദൈവത്തോട് ഐക്യപ്പെടുന്നത് എന്ന് വെച്ചാൽ അവനെങ്ങനെയാണ്? പ്രാർത്ഥനയിലൂടെയാണ് അവൻ പിതാവുമായിട്ട് ഐക്യപ്പെടുന്നത്. എൻ്റെ വേദനകളിൽ എന്നെ ആശ്വസിപ്പിക്കുവാനും എനിക്ക് സ്വാതന്ത്ര്യമേകുവാനും അവർ എന്നോടൊപ്പം ഉണ്ടായിരിക്കണമെന്നതായിരുന്നു അവരോട് ഞാൻ നടത്തിയ ആദ്യത്തെ അഭ്യർത്ഥന. അതായിരുന്നു അവരുടെ ആദ്യ പൗരോഹിത്യ പ്രവൃത്തി. ഹല്ലേലൂയ. ഒരു പുരോഹിതനെ കർത്താവ് വിളിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവൻ ദിവ്യകാരുണ്യത്തിൻ്റെ മുഖത്തിരുന്ന് ദിവ്യകാരുണ്യനാഥൻ്റെ ശക്തി സംഭരിക്കുക, അത് നേടുക എന്നുള്ള. ഹല്ലേലൂയ. കാരണം എന്താണ് ഉണ്ടായത്? ലൂക്കായുടെ സുവിശേഷത്തിൽ 4-ാം അധ്യായം നമ്മൾ കാണുന്നുണ്ട്. എന്താ? ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം പ്രകാരം പറയാണ്, അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിശാച് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. ഹല്ലേലൂയ. മരുഭൂമിയിലേക്ക് നയിച്ചു. 40 ദിനരാത്രങ്ങൾ അവൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. 40 ദിനരാത്രങ്ങൾ അവൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പ്രലോഭകൻ അവനെ സമീപിച്ചു. അല്ലേ? ഒന്ന് വായിക്കാം. അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവിടെ കഴിഞ്ഞുകൂടി. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. അവസാനം അവന് വിശന്നു. അപ്പോൾ പിശാച് അവനോട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളോട് അപ്പമാകാൻ കൽപ്പിക്കുക. ആദ്യത്തെ പരീക്ഷണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവൻ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പ്രലോഭകനായ പിശാച് അവനെ സമീപിച്ചിട്ട് പറയുന്നത്, അവൻ വിശന്നിരിക്കുകയാണെന്ന് മനസ്സിലായപ്പോൾ കല്ലുകളെ അപ്പമാക്കാൻ പറയുന്നു. ഹല്ലേലൂയ. കല്ലുകളെ അപ്പമാക്കാൻ പറയുന്നതാണ്. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ മനുഷ്യർ വീണുകൊണ്ടിരിക്കുന്ന ഒരു പാപം എന്താണെന്ന് വെച്ചാൽ എന്താണ്? ഭക്ഷപദാർത്ഥങ്ങളോടുള്ള ആർത്തിയാണ്. ആണോ? ഹല്ലേലൂയ. ഭക്ഷണം എവിടെ കിട്ടിയാലും മനുഷ്യൻ ആർത്തിയോട്. ഇനി എല്ലാ ഭക്ഷണവും കിട്ടുന്ന ഒരു സ്ഥലം എവിടെ? കേരളമാണ്. ഏത് രാജ്യം, യൂറോപ്പ് വേണമെങ്കിൽ യൂറോപ്പ്, ഗൾഫ് വേണമെങ്കിൽ ഗൾഫ്, ആഫ്രിക്ക വേണമെങ്കിൽ ആഫ്രിക്ക, ഏത് ഭക്ഷണം, കോണ്ടിനെൻ്റ് ഏത് ഭക്ഷണം വേണമെങ്കിലും ഇവിടെ കിട്ടുക സുലഭമാണ്. അല്ലേ? ആദ്യകാലത്ത് കേരളത്തെക്കുറിച്ച് പറയുന്നത് എന്തായിരുന്നു? ദൈവത്തിൻ്റെ സ്വന്തം നാട്. ഹല്ലേലൂയ. ഇന്ന് വീട്ടിലെ കാരണവന്മാർ തന്നെ ഓരോ ദിവസവും ഓരോ വിഭവങ്ങളാണ് കുട്ടികൾക്ക് വാങ്ങി കൊടുക്കുന്നത്. ഹല്ലേലൂയ. ഹോട്ടൽ ഭക്ഷണം കൊള്ളില്ലെങ്കിലും, ഹോട്ടലിൽ കൊടുക്കുന്ന മോശമാണെങ്കിലും അത് വാങ്ങിയാണ് കഴിക്കാൻ തയ്യാറ്. അപ്പോൾ ഈശോ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവന് വിശക്കുന്നുണ്ടെന്ന് പിശാചിന് മനസ്സിലായി. അപ്പോൾ ഇന്ന് കേരളത്തിലെ മക്കൾക്ക് ഭക്ഷപദാർത്ഥങ്ങളോടുള്ള ആർത്തി ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ പിശാച് ചെയ്തൊരു കാര്യമാണ്, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലുള്ള ഭക്ഷപദാർത്ഥങ്ങൾ കേരളത്തിൽ ഒരു കൊച്ചു സംസ്ഥാനത്തിൽ കൊണ്ടുവന്നിരിക്കുക. അതിൻ്റെ കടകളും അതിന് ഏറ്റവും കൂടുതൽ ഇന്ന് ഉയർന്നു വന്നിരിക്കുന്നത് ഹോട്ടൽ ബിസിനസ്സുകളാണ്. അല്ലേ? നമ്മൾ വീട്ടിൽ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കിയാൽ ഒരു ക്യാൻസറോ ഒരു ട്യൂമറോ വരില്ല. അല്ലേ? ഈ ഭക്ഷണപദാർത്ഥങ്ങളെല്ലാം ഉപയോഗിക്കുന്ന വസ്തു എന്താണ്? അജനമോട്ടോ. അല്ലേ? അജനമോട്ടോ. സുപ്രീം കോടതിയുടെ വിധി വന്നിരിക്കുകയാണ്,
അത് ക്യാൻസറിനെ അത് ശരീരത്തിലെ അസുഖം അത് എത്രയും വേഗം കണ്ടുപിടിച്ച് അത് ബാൻ ചെയ്യണമെന്ന് വന്നിരിക്കുക. പക്ഷെ ബാൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അത് അജിനോമോട്ടോയാണ് ഈ ബേക്കറികളിലും ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും ഉപയോഗിക്കുന്നതെന്നറിയാം. പക്ഷേ അത് വാങ്ങി കഴിക്കാനായിട്ട് നമുക്ക് ഒരു മടിയും ഇല്ല. അപ്പോൾ ഒന്നാമത്തെ പ്രമാണം നമ്മൾ ഓരോരുത്തരും ലംഘിച്ചുകൊണ്ട്. ഇനി ഈശോ പറയുന്നൊരു കാര്യമുണ്ട്. ഒരു വ്യാഴാഴ്ച പ്രാർത്ഥന വൈദികരോട് പറയുന്നുണ്ട്. ആ വ്യാഴാഴ്ച പ്രാർത്ഥനയ്ക്ക് വൈദ്യരോട് പറയുന്നത് ഇപ്രകാരമാണ്: ലഘു ഭക്ഷണം കഴിക്കാൻ പോകുള്ളൂ. ഭക്ഷണം കൂടുതൽ കഴിച്ചാൽ എന്താ കുഴപ്പമെന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അപ്പം തന്നെ ഉറങ്ങാൻ ആഗ്രഹം. ഭക്ഷണം കഴിച്ചിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇല്ല. ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഭക്ഷണം കഴിച്ചിട്ട് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടും കഴിക്കാൻ പറ്റില്ല. നിങ്ങളൊന്ന് നോക്കി, ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ പറയാം, അമ്മേ അപ്പ ഇത് കഴിച്ചിട്ട് പ്രാർത്ഥിക്കാം. കഴിച്ച് ഭക്ഷപദാർത്ഥങ്ങളോടുള്ള ആർത്തി ആദ്യ മാതാപിതാക്കന്മാർ തൊട്ട് തുടങ്ങിയതാണ്. ആരാണ്? ഹവ്വായും ആദവും. ആ ആദവും ഹവ്വായും തമ്മിൽ ഭക്ഷപദാർത്ഥങ്ങൾക്ക് വേണ്ടിയുള്ള, അല്ലെങ്കിൽ പിശാച് അവനെ പ്രലോഭിച്ചു, പിശാവിനെ കൊടുത്തു, അതുകൊണ്ടായി അവരത് കഴിച്ചു. ആ മേഖല ഇന്ന് തുടർന്നുകൊണ്ടിരിക്കുക. ഈശോ പറയുന്ന ഒരു പ്രകാരമാണ്, അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യപുത്രൻ ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അപ്പം കൊണ്ട് ഭക്ഷണപദാർത്ഥങ്ങൾ മാത്രമല്ല നമ്മൾ ധന്യരാണോ? സന്തോഷവും ആനന്ദവും സമാധാനവും കിട്ടുന്നത് ഭക്ഷണപദാർത്ഥങ്ങൾ കൊണ്ടാണോ? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള വലിയ സന്തോഷമാണ്. ഇന്ന് ഭക്ഷണപദാർത്ഥങ്ങൾക്ക് എവിടെയാണ് ദൗർബല്യം? ഇന്ന് ഭക്ഷണപദാർത്ഥങ്ങൾ എവിടെ ദാരിദ്ര്യമുണ്ടോ? പക്ഷെ വീട്ടിൽ സമാധാനമുണ്ടോ? വീട്ടിൽ സന്തോഷമുണ്ടോ? വീട്ടിൽ ആനന്ദമുണ്ടോ? വീട്ടിൽ അനുസരണമുണ്ടോ? വീട്ടിൽ കൃപയുണ്ടോ? അപ്പോൾ ഭക്ഷണപദാർത്ഥങ്ങൾ കൊണ്ടല്ല ഒരു ജീവിതം ധന്യമാകുന്നത്. അത് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്, പരിശുദ്ധാത്മാവിലുള്ള ആനന്ദമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുവിനെ തോൽപ്പിക്കാൻ പിശാചിന് സാധിച്ചില്ല. രണ്ടാമത് പ്രകാരമാണ് വചനം വായിക്കുമ്പോൾ പറയാണ്, പിശാച് അവനെ ഒരു ഉയർന്നൊരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ട് ഭൂമിയിലുള്ള സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവന് കാണിച്ചു കൊടുത്തു. എന്നിട്ട് അവനോട് പറഞ്ഞു, പിശാച് അവനോട് പറഞ്ഞ്, ഇവയുടെ മേൽ എല്ലാ അധികാരവും, ഇവന്റെ മേൽ, ഈ രാജ്യങ്ങളുടെ മേലുള്ള എല്ലാ അധികാരവും എനിക്കുണ്ട്. മഹത്വവും നിനക്ക് ഞാൻ തരാം. എനിക്കുള്ള മഹത്വവും നിനക്ക് ഞാൻ തരാം. നീ എന്ത് ചെയ്യണം? ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാൻ ഇത് കൊടുക്കുന്നു. നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിന്റേതാകും. നീ എന്നെ അപ്പൊ രണ്ടാമത്തെ വിഷയമെന്ന് പറയുന്നത് എന്താ? ആരാധന വിഷയമാണ്. ആദ്യത്തേത് ഭക്ഷണപദാർത്ഥങ്ങൾ എന്തുണ്ട്? ഭക്ഷണപദാർത്ഥം മാത്രമല്ല, നമ്മൾ ലോക സുഖങ്ങളാണ് അല്ലേ? വസ്തുക്കളോടുള്ള സുഖം, വസ്ത്രങ്ങളോടുള്ള സുഖം, വാഹനത്തോടുള്ള സുഖം, അല്ലെങ്കിൽ അങ്ങനെയുള്ള സോഷ്യൽ മീഡിയയോടുള്ള സുഖം, അല്ലെങ്കിൽ മദ്യപാനത്തോടുള്ള. ആദ്യം നമ്മളൊക്കെ ഈ മദ്യപാനത്തിൻ്റെ 1-2 പ്രേയ കേട്ടിട്ടുള്ളൂ അല്ലേ? ഇപ്പം എത്രയോ മദ്യപാനങ്ങൾ, 1001 കുപ്പി മദ്യമാണ് ഒരു വിജാതീയ ദേവന് ഒരു മനുഷ്യൻ അർപ്പിച്ചത്. അപ്പോൾ എത്രയുണ്ടാവും? 1001 കുപ്പിയെങ്കിലും ഉണ്ടാകും അല്ലേ? എന്നിട്ട് മനുഷ്യൻ്റെ കുടി ദാഹം മാറുന്നില്ല. കുടിയല്ല, ദാഹം മാറുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്നത് ആരാധന വിഷയമാണ്. ആരാധന വിഷയം. ഹല്ലേലൂയ. മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുന്ന മനുഷ്യൻ ആ ആരാധന രീതി മറ്റ് രീതിയിലേക്ക് പോയാൽ, ആഭിചാര പ്രവൃത്തികളിലേക്ക് പോയാൽ, അന്ധവിശ്വാസത്തിലേക്ക് പോയാൽ, അനാചാരങ്ങളിലേക്ക് പോയാൽ, ദൈവത്തെ ആരാധിക്കുന്ന മനുഷ്യൻ അധംപതിക്കുമെന്നുള്ളൊരു കാര്യമാണ് ദൈവം അവിടെ പറഞ്ഞത്. ഇത് പ്രകാരമാണ് ലോകത്ത് ഉയർന്നൊരു മലയുടെ മുകളിലേക്ക് കൊണ്ടു ചെന്നിട്ട് ലോകം മുഴുവനും ക്ഷണം നേരം കൊണ്ട് കാണിച്ചു കൊടുത്തു അല്ല, ക്ഷണം നേരം കൊണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റ് യുഗം ഇന്നുള്ളതല്ല, അന്നും പിശാചിൻ്റെ കയ്യിൽ ഉണ്ട് അല്ലേ? അത് ലൂക്കാസ് സുവിശേഷകനാണ് പറയുന്നത്. നമ്മുടെ കുട്ടികൾ ഇന്ന് വിദേശത്ത് പോയ കുട്ടികളെല്ലാം പല രാജ്യങ്ങളും ക്രൈസിസിലാണ്. ഹല്ലേലൂയ. നാട്ടിൽ ജോലിയില്ലാഞ്ഞിട്ടാണോ? അല്ല, ആർത്തിയാണ്.
കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു ഗവൺമെൻറ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ ജീവിത അവസാനം വരെ അവന് സുഖകരമായിട്ട് ജീവിക്കാൻ പറ്റും. കാരണം എന്താ? പെൻഷൻ കിട്ടും. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിച്ചില്ലെങ്കിൽ ഉള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഈ ദൈവത്തെ ആരാധിക്കാത്തത് കൊണ്ട് പിശാചിനെ ആരാധിക്കുന്നത് കൊണ്ട് ദൈവത്തിനെ നിലനിൽക്കാൻ പറ്റിയോ? പറ്റിയില്ലേ? അല്ലേ പറ്റി. കാരണം എന്താ? ഈ ദൈവം പറയണ ക്ഷണം ലോകം മുഴുവൻ കാണിച്ചു തരിക, ഇതിൻ്റെ മേലുള്ള അധികാരവും ശക്തിയും തരുന്നതാണ്. പറയേണ്ട ആവശ്യമുണ്ടോ? അധികാരവും ശക്തി ആരുടേതാണ്? ഈശോയുടെയാണ്. അല്ലെങ്കിൽ ഈശോയുടേതാണ്. പക്ഷേ നമ്മുടെ മക്കൾക്ക് ഇതറിയോ? അധികാരവും ശക്തി ആരുടേതാണ്? പിശാച് അധികാരവും ശക്തി അവകാശപ്പെടാം. പക്ഷേ യേശു ക്രിസ്തു തൻ്റെ മരണത്തിലൂടെ നഷ്ടപ്പെട്ട ഈ ലോകത്തിൻ്റെ അധികാരം യേശു ക്രിസ്തു വീണ്ടെടുക്കുകയാണ്. അതുകൊണ്ട് ആരാധന രീതികൾ ഏത് ആരാധന രീതികൾ വന്നാലും, ആഭിചാര പ്രവൃത്തികൾ വന്നാലും, മന്ത്രവാദങ്ങൾ വന്നാലും, കൂടോത്രങ്ങൾ വന്നാലും, ക്ഷുദ്രവിദ്യ അതിലേക്ക് പോകരുത്. നമ്മുടെ ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗമാണ് എന്താണെന്ന് വെച്ചാൽ ആഭിചാര പ്രവൃത്തി. പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയും ചെയ്യുക, ഒപ്പം ബിസിനസ് വർദ്ധിക്കാൻ വേണ്ടി ആഭിചാര പ്രവൃത്തി ചെയ്യുകയും ചെയ്യുക. അത് അപകടകരമാണ്. അത് മറ്റൊരു വചനത്തിലേക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ അതുകൊണ്ട് നിൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവനെ മാത്രമേ ആരാധിക്കൂ. ഒന്നാം പ്രമാണം അവിടെ പറഞ്ഞു വെക്കുക അല്ലേ? അവനെ മാത്രമേ പൂജിക്കാവൂ. അപ്പം നമ്മൾ നാളെ നോക്കുന്നതോ, അപ്പം ജാതകം എഴുതിക്കുന്നതോ, അപ്പം കൈ നോക്കുന്നതോ, മുഖലക്ഷണം നോക്കുന്നതോ, അല്ലെങ്കിൽ തത്തയെടുത്ത് പ്രാർത്ഥിക്കുന്നതോ, നമ്മൾ വല്ല തിരുനാളുകൾക്കൊക്കെയും അല്ലെങ്കിൽ ദേശത്തിൻ്റെ ഒരു ആഘോഷങ്ങൾക്കൊക്കെ പോകുമ്പോൾ തത്തയെ വെച്ചുകൊണ്ടിരിപ്പുണ്ടാവും, കവറുകളിൽ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട്. അപ്പോൾ തത്തയെടുത്ത് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ നമുക്കറിയാം ചില പള്ളികളുടെ മുമ്പിൽ മുഖലക്ഷണം നോക്കി കാര്യങ്ങൾ പറയുന്നവരിരിക്കും. അല്ലെങ്കിൽ വീടുകളിൽ തന്നെ വരും, നിങ്ങൾക്ക് എന്തൊരു ഭാഗ്യം വരാൻ പോകുന്നു കേട്ടോ, എന്തൊരു നല്ല ലക്ഷണം വരാൻ പോകുന്നു, 2-3 കാര്യങ്ങൾ ഞാൻ പറയട്ടെ എന്ന് ചെയ്യും. പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? കൈ നീട്ടിക്കൊടുക്കും. ഹല്ലേലൂയ. ഒരു പള്ളിയിൽ പോയിട്ട് ഒരു പയ്യൻ കുർബാന അർപ്പിച്ചിട്ട് അവൻ വീട്ടിലേക്ക് പോകുമ്പോൾ ആ പള്ളിയുടെ വാതിക്കിരുന്ന് എന്ന് പറഞ്ഞാൽ ഗേറ്റിൻ്റെ പുറത്തിരുന്ന ഒരു നാടോടി സ്ത്രീ അല്ലെങ്കിൽ ഈ ആഭിചാര ചെയ്യുന്ന സ്ത്രീ പറഞ്ഞു, നീ 3 കാര്യങ്ങൾ ഓർക്കാൻ പറഞ്ഞു. അത് ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പം 3 കാര്യങ്ങൾ ഓർത്തു. അത് പറഞ്ഞു കറക്റ്റ്. ഒന്ന്, നീ ഒരു കല്യാണം കഴിക്കാൻ പോവാണ്. ഒരു യുവാനെ കാണുമ്പോൾ പറയാലോ, നീ കല്യാണം കഴിക്കാൻ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ കൈ നീട്ടിക്കൊടുത്തു. കാരണം എന്താ? ഞാൻ ഉദ്ദേശിച്ചതെല്ലാം ഈ സ്ത്രീ പറഞ്ഞു. എവിടെ പോയിട്ട് അവൻ വരുന്നത്? പള്ളിയിൽ പോയി കുർബാന അർപ്പിച്ച് കുർബാന സ്വീകരിച്ചിട്ടാണ് വന്നത് അല്ലേ? അപ്പോൾ അവൻ എവിടെയാണ് ആശ്രയം? പള്ളിയിലാണോ ആശ്രയം? അതൊരു 3 മിനിറ്റ് കൊണ്ട് 3 കാര്യങ്ങൾ ഉദ്ദേശിക്കാൻ പറഞ്ഞു. ആ 3 കാര്യങ്ങൾ പറഞ്ഞത് സ്ത്രീകളിലാണോ വിശ്വാസം? സ്ത്രീയിലാണ് വിശ്വാസം. അതാണ് അന്ധവിശ്വാസം. എന്തുണ്ടായെന്ന് വെച്ചാൽ ഇവൻ ഇത് കഴിഞ്ഞ് ജോലി പോയി ഇവൻ മദ്യപാനത്തിലേക്ക് പോയി, ജഡിക പാപങ്ങളിലേക്ക് പോയി, കല്യാണം കഴിച്ചപ്പോൾ ഇവനെന്താണെന്ന് വെച്ചാൽ ഇവൻ കുളിക്കില്ല. ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയതിന് ശേഷം കുളിയില്ല, പല്ലുതേപ്പുമില്ല, ഒരു വൃത്തി മെനയില്ല. കല്യാണം കഴിഞ്ഞ് പെണ്ണ് പറഞ്ഞു, ഈ കുളിക്കാത്ത മനുഷ്യൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. കുളിക്കാത്ത മനുഷ്യൻ്റെ വസ്ത്രം അലക്കില്ല, കുളിക്കുകയില്ല, പല്ല് തയ്ക്കുക, ഒരു വൃത്തി മെനയില്ലാത്ത മനുഷ്യൻ്റെ കൂടെ ജീവിക്കുക എളുപ്പമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് കല്യാണം കഴിഞ്ഞ് 2 മാസമാകാറായി. ആ പെണ്ണിനെയും ചെറുക്കനെയും കൊണ്ട് ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ഇവനോട് ചോദിച്ചു, ഈ പെണ്ണിനെ പുറത്തിരുത്തിയിട്ട് പറഞ്ഞു, അച്ഛ ഇവൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ ഒന്ന് കുളിക്കാൻ പറ അച്ഛ, നല്ല ഡ്രസ്സ് ഇടാൻ പറയാ അച്ഛ. ഹല്ലേലൂയ. കാരണം ഈ ഒരേ മുറിയിലല്ലേ കിടക്കുന്നത്, ഈ മണം സഹിച്ച് എത്ര നാൾ കിടക്കാൻ പറ്റുക? കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ, കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസമേ ഉള്ളൂ. പിന്നെ എത്ര നാൾ ജീവിക്കുന്നത് നമുക്ക് പറയാൻ ദൈവത്തിനല്ലേ പറയാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. ഒരു 50-60 വർഷമൊക്കെ ജീവിക്കണമെങ്കിൽ ഈ മണം അടിച്ച് ഒരു മൂക്കിൻ്റെ മണം ഞാൻ
പെണ്ണിനെ പുറത്ത് നിർത്തിയിട്ട് പെണ്ണിൻ്റെ അപ്പനുണ്ട്, ഈ പെണ്ണിൻ്റെ പേപ്പനുണ്ട്, പുറത്ത് നിർത്തിയിട്ട് ഇവനോട് ചോദിച്ചു, നീ എന്തെങ്കിലും ആഭിചാര പ്രവൃത്തികൾക്ക് പോയോ, നീ എന്തോ ആഭിചാര പ്രവൃത്തി ചെയ്ത്? അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഒരു പള്ളിയിൽ പോയി കുർബാന കണ്ട്, ഞാൻ പള്ളിയിൽ പോകുന്ന നന്നായിട്ട് ഞാൻ വിശ്വാസിയാണ് വെച്ചാൽ, കുർബാന കണ്ട് ഇറങ്ങുമ്പോഴാണ് ഞാൻ ഉദ്ദേശിക്കുന്ന 3 കാര്യങ്ങൾ പെണ്ണ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആഭിചാര പ്രവൃത്തി ചെയ്യുന്ന ഒരു പെണ്ണ് പറഞ്ഞു. അപ്പോൾ പള്ളിയുടെ മുമ്പിൽ അവൻ ഇരിക്കുന്ന അവൻ്റെ വയറ്റിപ്പഴപ്പിന് വേണ്ടിയാണ്. അപ്പോൾ ഞാൻ ആ പറഞ്ഞ കാര്യം കറക്റ്റായതുകൊണ്ട് അറിയാതെ ഞാൻ കൈ നീട്ടി കൊടുത്തതിന് ശേഷം എനിക്ക് മനസ്സിലായി, എൻ്റെ വിശുദ്ധി പോയി, എൻ്റെ കൃപ പോയി, എൻ്റെ അഭിഷേകം പോയി. പക്ഷേ എനിക്കൊരു കല്യാണം കഴിക്കേണ്ട വെച്ചാൽ, എനിക്കും ജീവിക്കേണ്ടത്, നല്ല ജോലിയുണ്ട്, പക്ഷേ ഇന്ന് വരെ 10 പൈസ അവന് സേവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അധ്വാനിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ പറയുന്നത്, നിങ്ങൾ ഏറെ അധ്വാനിക്കും എന്തുണ്ടാവും, നിങ്ങൾ ഓട്ടസഞ്ചിയിലിട്ടിട്ട് പോകുന്നത് പോലെ ആകും. അതിനുവേണ്ടി പ്രാർത്ഥിച്ചു, അതിനുവേണ്ടി 2 ആൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വിട്ടു. അവർക്കിന്ന് 2 കുട്ടികളുണ്ട്. അവർ പിരിഞ്ഞില്ല. ഞാൻ വിചാരിച്ച ഇത് വേർപിരിഞ്ഞ് പോകുന്നു വിചാരിച്ച് ഞാൻ അവനോട് പറഞ്ഞു, നീ അനുതപിക്കണം. ഇപ്പം കുട്ടിയോട് പറയാൻ പറ്റുമോ? അഭിചാര പ്രവൃത്തി ചെയ്തു എന്ന് പറയാൻ പറ്റുമോ? പിന്നെ ജഗൻ ചെയ്ത് അവൻ്റെ കൂടെ ജീവിക്കും. ഇപ്പം തന്നെ കഴിക്കാൻ പറ്റുന്നില്ല. അല്ലേരിയ ഒരു പെൺകുട്ടി ഒരു പയ്യന് ഭർത്താവിനെ കൊണ്ടുവന്നു. അച്ഛാ, ഇപ്പം മക്കളെ നോക്കില്ല, ഒരു കാര്യം നോക്കില്ല, ഒന്നും നോക്കില്ല. ഞാൻ ഇവരോട് പറഞ്ഞു, വിദേശത്ത് അപ്പോൾ ആദ്യത്തെ കൊച്ച് പ്രസവിക്കുന്ന സമയത്ത് വേറൊരു മതത്തിലൊരു പെണ്ണ് വന്നാൽ നോക്കുന്നത്. അപ്പോൾ ഇവള് ഗർഭാവസ്ഥയെ പ്രസവത്തിന് പോവാണ്. അപ്പോൾ ഇവള് പ്രസവത്തിന് പോകുമ്പോൾ ആ പെണ്ണ് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞുകൊണ്ട് അവർ ദൈവത്തിൽ വിശ്വസിക്കുന്ന സമുദായമല്ല ഓതിക്കൊടുത്തു വായിലേക്ക്. കൊച്ചിനെന്താണെന്ന് വെച്ചാൽ കൊച്ച് ഹൃദയ സംബന്ധമായ രോഗിയായിട്ട് മാറി. ആ കൊച്ചിനെ കുളിപ്പിക്കുന്നതും എല്ലാം ചെയ്യുന്നതും ഈ പെണ്ണ് തന്നെയായിരുന്നു. പിന്നെ എന്തുണ്ടായി, ഇവനും ഇവൾക്കും തമ്മിൽ പരസ്പരം സ്നേഹബന്ധങ്ങൾ ഇല്ലാതായി. ഇവൻ മദ്യപാനിയായി എന്ന് മാത്രമല്ല, ഇവൻ വീട്ടിലെ കാര്യങ്ങൾ നോക്കാതെ 2ാമത്തെ കൊച്ചു ജനിച്ചു, 3ാമത്തെ കൊച്ചു ജനിച്ചു. ഇവർക്ക് ഒരു ബന്ധങ്ങളും ഇല്ലാതെ എന്ത് പറ്റി? ഒരു ആഭിചാര പ്രവൃത്തിയിലേക്ക് ആ കുടുംബം പോയി. അല്ലേ? അതുകൊണ്ട് ദൈവത്തെ മാത്രമേ ആരാധിക്കാവുള്ളൂ. ഏതൊരു സമ്പത്ത് കിട്ടുമെന്നാലും, ഏതൊരു ധനം കിട്ടുമെന്ന് പറഞ്ഞാലും, എത്ര വലിയ ജോലി കിട്ടുമെന്ന് പറഞ്ഞാലും, എത്ര വലിയ ആയുസ് കിട്ടുമെന്ന് പറഞ്ഞാലും, അല്ലെ പ്രഭു അല്ലെങ്കിൽ ഒരു രാജകുമാരനാകുമെന്ന് പറഞ്ഞാൽ പോലും ദൈവത്തെ ഉപേക്ഷിക്കാൻ പാടില്ല. പക്ഷേ ഈ കാലഘട്ടം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. കേരളമാണ് ഏറ്റവും കൂടുതൽ ആഭിചാര പ്രവൃത്തികളുടെ നാടായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അല്ലേലിയ. മറ്റുള്ള നാടുകളെന്ന് പറഞ്ഞാൽ അവർ വിജാതീയരാണ് കൂടുതൽ. കേരളത്തിലോ വിശ്വാസികളാണ് കൂടുതൽ. ആഭിചാര പ്രവൃത്തികൾ നമ്മൾ പെട്ടെന്നുള്ള നേട്ടത്തിന് വേണ്ടി പോവുക. അതുകൊണ്ട് ആരാധന വിഷയത്തിൽ ഒരിക്കലും മനുഷ്യൻ മായം കലർത്തരുത്. ആരാധന വിഷയമാണ് നിന്റെ ജീവിതത്തിൽ നിന്നെ നയിക്കുന്നത്. 3ാമത്തെ കാര്യമെന്ന് പറയാണ്, പിശാച് അവനെ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി ദേവാലയ ഗോപുരത്തിന്റെ ശൃംഗത്തിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഇവിടെ നിന്ന് താഴേക്ക് ചാടുക. നിന്നെ സംരക്ഷിക്കാൻ അവൻ ദൂതന്മാരോട് കൽപ്പിക്കുമെന്നും നിന്റെ കാൽ കല്ലിൽ തട്ടാതെ അവർ നിന്നെ കൈകളിൽ വഹിച്ചു കൊള്ളുമെന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന്. അധികാരത്തെ ചോദ്യം ചെയ്യാം, കർത്താവിന്റെ അധികാരത്തെ. കർത്താവിന്റെ അധികാരത്തെ അവൻ ചോദ്യം ചെയ്യാണ്. എന്താണ്? നീ താഴോട്ട് ചാടുക, നിന്നെ കാക്കാൻ നിന്റെ കർത്താവിന്റെ ദൂതന്മാര് താങ്ങിക്കൊള്ളുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നില്ലേ? എഴുതപ്പെട്ടിരിക്കുന്നല്ലോ എന്ന് പറയാണ്. അതായത് ഇന്ന് ജനം അടിമയായിക്കൊണ്ടിരുന്ന സമ്പത്തിന് വേണ്ടി അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടി, 2ാമത് ആരാധന രീതിയിൽ, 3ാമത് ഏതാണെന്ന് വെച്ചാൽ അധികാരത്തിന് വേണ്ടി. ഏതൊരു അധികാരം കിട്ടാമെന്ന് പറഞ്ഞാലും ദൈവവിശ്വാസം ഉപേക്ഷിച്ച് അധികാരത്തിന് വേണ്ടി പായുന്നൊരു ജനതയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ട്. ഉപാധിയുടെ പുസ്തകം നമുക്കെടുക്കാം. ഉപാധിയുടെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം അവിടെ അരുളി ചെയ്യുന്നുണ്ട്. വിമോചകൻ സിയോൻ മലയിലെത്തും. അവർ ഏസാവ് മലയെ ഭരിക്കും. ആധിപത്യം അവർ ഏസാവ് മലയെ ഭരിക്കും.
ആധിപത്യം കർത്താവിൻ്റെതായിരിക്കും. ആധിപത്യം കർത്താവിൻ്റെ. പ്രത്യേകം ശ്രദ്ധിക്കണം, വിമോചകൻ സിയോൻ മലയിൽ നിന്നും എത്തും. അവൻ എന്ത് ചെയ്യും? ഏസാവ് മലയ. ഏസാവ് മല ഏതാ? ഏസാവിൻ്റെ തലമുറയാണ്, അല്ലേ? ഏസാവ് എന്താ ചെയ്തേ? ഒരു പാത്രം പായസത്തിന് വേണ്ടി കടിഞ്ഞേൽ പുത്രസ്ഥാനം നഷ്ടപ്പെടും. കടിഞ്ഞേൽ പുത്രസ്ഥാനം ആര് തരുന്നതാ? ദൈവം തരുന്നതാ. ദൈവമല്ലേ പറയുന്നത്? ആര് മുൻപ് പോകണം, ആര് പറയെ പോകണമെന്ന് വീട്ടിലെ മക്കളോട് പറയുന്നത് അപ്പനും അമ്മയാണോ? ആണോ? ഇളയ മോനോട് കൂടുതൽ ഇഷ്ടമാണ്. അതുകൊണ്ട് കല്യാണം കഴിയുമ്പോൾ പറയാം മോൻ മുമ്പ് പോക്കോളാൻ പറയാം. ആണോ? അല്ലല്ലോ. അതുകൊണ്ടാണ് പറയണത് വിമോചകൻ, രക്ഷകൻ, സൗഖ്യദായകൻ, കുടുംബങ്ങൾ രക്ഷിക്കുന്നവൻ, പിശാചിനെ ബന്ധിക്കുന്നവൻ എവിടെ നിന്ന് വരും? സിയോനിൽ നിന്ന് വരും. അല്ലെങ്കിൽ പുതിയ നിയമത്തിലേക്ക്, പഴയ നിയമത്തിലും പറയുന്നുണ്ട് ജെറൂസലേമിൽ നിന്ന് വരും, വചനം വരും. എന്താ? അവനെന്ത് പറയും? അവൻ ഏസാവ് മലയെ ഭരിക്കും. ഇനി കുറച്ചുകൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഏസാവ് മലയെ ഭരിക്കുകയല്ല, ഏസാവ് മലയെ ഇല്ലാതാക്കും. ഹല്ലേലൂയ. അപ്പോൾ വിമോചകൻ വരുന്ന സ്ഥലം ഏതാണെന്ന് വെച്ചാൽ സിയോൻ മലയാണ്. രണ്ടാമത് അവൻ ഏസാവ് മലയെ ഭരിക്കും. മൂന്നാമത് പറയാണ് എന്താണ്? ആധിപത്യം കർത്താവിൻ്റെ. അപ്പൊ കർത്താവിനെ ഉപേക്ഷിക്കുന്ന, കർത്താവിനെ പിഞ്ചല്ലാത്ത, കർത്താവിനെ തേടാത്ത, കർത്താവിൻ്റെ അടുത്ത് ഇരിക്കാത്ത ഭവനം ഏസാവ് മല പോലെയാവും. അവനെ കർത്താവ് ഭരിക്കുമെന്നല്ല, ഏസാവ് മല കത്തിച്ചാമ്പലാകുമെന്നാണ് വചനം പറയുന്നത്. എവിടെ കിടക്കുന്നത്? 18 വായിക്കാം. ഇപ്രകാരം പറയാണ്, യാക്കോബിന്റെ ഭവനം അഗ്നിയും, യാക്കോബിന്റെ ഭവനം അഗ്നിയായും, യോസഫിന്റെ ഭവനം തീ ജ്വാലയും ആയിരിക്കും. ജോസഫിന്റെ ഭവനം തീ ജ്വാലയുമായിരിക്കും. ഏസാവിന്റെ ഭവനം വൈക്കോലും, ഏസാവിന്റെ ഭവനം വൈക്കോലും. അവരെ കത്തിച്ച് ദഹിപ്പിച്ച് കളയും. ഏസാവിന്റെ ഭവനത്തിൽ ആരും അവശേഷിക്കയില്ല. അപ്പൊ ഉണ്ടാവോ? ഏസാവിന്റെ ഭവനം മരിക്കാൻ പറ്റുമോ? വചനം നമ്മെ സൂചിപ്പിക്കുകയാണ്. ഇപ്രകാരം പറയാണ്, യാക്കോബിന്റെ ഭവനം അഗ്നിയായും. അടുത്ത പറയാം ജോസഫ്. യാക്കോബ് ആരാ? യാക്കോബ് ദൈവത്തോട് മൽപ്പിടുത്തം നടത്തിയവനാ, അല്ലേ? അനുഗ്രഹം കിട്ടാൻ വേണ്ടി പായസം കൊടുത്താലും കുഴപ്പമില്ല, സമ്പത്ത് കൊടുത്താലും കുഴപ്പമില്ല. അപ്പൻ്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് യാക്കോബ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 27-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? 27-ാം അധ്യായത്തിൽ. ഹല്ലേലൂയ. അപ്പൻ്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി അവൻ ആഗ്രഹിക്കുകയാണ്. ഏസാവിന് അനുഗ്രഹം അല്ല വേണ്ടത്. ഏസാവിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പായസാണ് വേണ്ടത്. ഇസഹാക്കിന് പ്രായമായി കണ്ണിന് കാഴ്ച കുറഞ്ഞ് അവൻ മൂത്ത മകൻ ഏസാവിനെ വിളിച്ചു, എൻ്റെ മകനെ ഇതാ ഞാൻ അവൻ വിളി കേട്ടു. അതായത് അപ്പം മരിക്കാൻ പോകുന്ന സമയത്ത്, കണ്ണിന് കാഴ്ച നഷ്ട സമയത്ത് ആ മക്കൾക്ക് അനുഗ്രഹം കൊടുക്കാമാണ്. ഹല്ലേലൂയ. അനുഗ്രഹം കൊടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഏസാവിന് കൊടുക്കേണ്ട അനുഗ്രഹം ആര് വാങ്ങി? യാക്കോബ് തന്ത്രപൂർവ്വം വാങ്ങി. ഹല്ലേലൂയ. പിന്നെ 30-ാമത്തെ വാക്യം നോക്ക്. അവൻ ഏസാവ് വരാണ്. ഏസാവ് വന്ന് കഴിയുമ്പോൾ പറയാണ്, അപ്പോൾ അപ്പൻ അറിയാണ് ഞാൻ ഏസാവിനല്ല അനുഗ്രഹം കൊടുത്തത്, യാക്കോബിനാണ് കൊടുത്തത്. യാക്കോബിനാണെങ്കിൽ അനുഗ്രഹം വേണം, ഏസാവിനാണെങ്കിൽ പായസം വേണം. ഹല്ലേലൂയ. നമ്മുടെ കുട്ടികൾക്കാണെങ്കിൽ ജോലി വേണം, സമ്പത്ത് വേണം, ദൈവം വേണ്ട, അല്ലേ? ദൈവം ഇല്ലാത്ത നാട്ടിൽ പോലും പോയി ജോലി ചെയ്യാൻ നമ്മുടെ മക്കൾ തയ്യാറാണ്. ഇനി സാത്താൻ വസിക്കുന്ന പാതാളത്തിൽ ശമ്പളം കൂടുതലുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ പോയി താമസിക്കാനും ജോലി ചെയ്യാനും, നല്ല വിദ്യാഭ്യാസം ഇപ്പോൾ പാതാളത്തിലാണ് നടത്തുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളെ അങ്ങോട്ട് പഠിക്കാൻ വിടാൻ നമ്മൾ തയ്യാറാണ്, അല്ലേ? തയ്യാറാണ്. ഹല്ലേലൂയ. നമുക്ക് ദൈവമാണ് വേണ്ടത്, നമുക്ക് സമ്പത്തല്ല വേണ്ടത്, അല്ലേ? നമുക്ക് ജോലിയല്ല വേണ്ടത്. ജോലി വേണ്ടെന്ന് പറയുന്നില്ല, പക്ഷെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവിടെ ജോലി ഉണ്ടാകും. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവിടെ സമ്പത്ത് ഉണ്ടാകും. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവിടെ ആരോഗ്യം ഉണ്ടാകും. ഇനി 32-22. യാക്കോബ് യാത്ര തുടർന്ന് ദൈവത്തിന്റെ ദൂതന്മാർ വഴിക്ക് വെച്ച് അവനെ കണ്ടുമുട്ടി. അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞ്, ഇത് ദൈവത്തിന്റെ സൈന്യമാണ്. ആ സ്ഥലത്തിന് അവൻ മഹനായിം എന്ന് പേരിട്ടു. യാക്കോബ് ഏതോ നാട്ടിൽ
സെയിൻ ദേശത്ത് പാർത്തിരുന്ന സഹോദരനായ ഏസാവിന്റെ അടുത്തേക്ക് തനിക്ക് മുമ്പേ ദൂതന്മാരെ 28 വായിക്കി. 27. അവൻ ചോദിച്ചു, നിന്റെ പേരെന്താണ്? യാക്കോബ്. അവൻ മറുപടി പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഇനിമേൽ നീ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. കാരണം എന്താ? യാക്കോബ് അവനുമായിട്ട് മൽപ്പിടുത്തം നടത്തിയിട്ട് യാക്കോബിനെ തോൽപ്പിക്കാൻ അവർക്ക് സാധിച്ചില്ല. സാധിച്ചോ? സാധിച്ചില്ലല്ലോ. അല്ലേലിയ. നമുക്ക് അങ്ങനെയുള്ളൊരു വിശ്വാസം നമുക്ക് വേണം. അങ്ങനെയുള്ള വിശ്വാസം വേണം. അല്ലേലിയ. നമ്മളിപ്പോൾ ഈ ഉപാധിയുടെ പുസ്തകത്തിൽ 18 ഒറ്റ വാക്യം കാണുന്നത്. യാക്കോബ് പല അധ്യായങ്ങളായിട്ട് കിടക്കുന്ന ഒരു വ്യക്തിയാണ്. അവൻ്റെ കുടുംബം എന്താകുമെന്ന് പറഞ്ഞ് അവൻ്റെ കുടുംബം അഗ്നിയായിട്ട് മാറും. അഗ്നി എന്ന് പറഞ്ഞാൽ മറ്റുള്ളതിനെല്ലാം അത് ദഹിപ്പിച്ചു കളയും. അല്ലേലിയ. അവൻ മൽപ്പിടുത്തം അതിനെന്ത് ചെയ്തു? അവനെ ഇനി യാക്കോബ് എന്നല്ല, നീ ഇസ്രായേൽ എന്ന് വിളിക്കും. അവൻ ദൈവദൂതന്മാരോട് മല്ലടിച്ചതുകൊണ്ട്, അവനെ തോൽപ്പിക്കാൻ പറ്റാതിരുന്നത് കൊണ്ട് അവൻ്റെ പേര് മാറ്റിയിട്ട് യാക്കോബ് എന്നല്ല നീ അറിയപ്പെടുന്നത്, നീ ഇസ്രായേൽ എന്ന. രണ്ടാമത്തെ വാക്യം നോക്കാം. അടുത്തത് ജോസഫാണ്. ജോസഫ് എന്താ? ജോസഫിൻ്റെ ഭവനം തീജ്വാലയായിട്ട് മാറും. ഈ ജോസഫ് ആരായിരുന്നു? പൂർവ്വ യോസേപ്പ്. അല്ലേ? പൂർവ്വ യോസേപ്പ് എന്ത്? ദർശനങ്ങൾ കാണുന്നവനായിരുന്നു. ദർശനങ്ങൾ കാണുമ്പോൾ അവൻ്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. കാരണം എന്താ? ദർശനങ്ങളും വെളിപാടുകളും ഇവൻ പറയുകയാണ്. ദർശനങ്ങളും വെളിപാടുകളും പറഞ്ഞപ്പോൾ അവന് അസൂയ തോന്നിയതുകൊണ്ട് അവനെന്ത് ചെയ്തു? ജോസഫിനെ പിടിച്ച് ഒരു പൊട്ടക്കിണറ്റിലേക്ക് ഇട്ടു. സഹനത്തിൻ്റെ തീജ്വാല. അവിടെ നിന്നെടുത്ത് അടിമത്തത്തിലേക്ക് വിറ്റു. അവനെവിടെ എത്തി? ഈജിപ്തിലെത്തി. അവൻ ഈജിപ്തിലെത്തി. അവിടെ ഈജിപ്തിലെത്തിയപ്പോൾ അവൻ്റെ രാജാവിൻ്റെ കൊട്ടാരത്തിൽ അവന് ജോലി കിട്ടി. പക്ഷേ കൊട്ടാരത്തിൽ രാജാവിൻ്റെ ഭാര്യയുമായിട്ട് പാപം ചെയ്യാൻ നിർബന്ധിച്ചപ്പോൾ അവൻ എന്ത് ചെയ്തു? അവൻ ഓടി രക്ഷപ്പെട്ടപ്പോൾ എന്തുണ്ടായി? അവൾ പറഞ്ഞു, ഇവൻ എന്നെ കയറി പിടിക്കാൻ വന്നു. അങ്ങനെ എന്തുണ്ടായി? അവൻ ജയിലിൽ പോയിട്ടും അവൻ ജയിലിലും എന്ത് ചെയ്തു? അവൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യനായതുകൊണ്ട് എന്തുണ്ടായി? ദർശനങ്ങളും വെളിപാടുകളും അവന് കിട്ടി. അല്ലേലിയ. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. എല്ലാ കാര്യങ്ങളും കിട്ടിയില്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥന, നമ്മൾ കൗൺസിലേഴ്സാണ്. എല്ലാ കാര്യങ്ങളും നടന്നില്ലെങ്കിൽ കൗൺസിലിംഗ് പ്രസ്ഥാനം നിർത്തും. അല്ലേലിയ. അവൻ അവിടെ പോയും ചെയ്തപ്പോൾ എന്തുണ്ടായി? ഇതാ രാജാവിൻ്റെ 2 സേവകന്മാർ വരുന്നു. അവർക്ക് അവൻ വ്യാഖ്യാനിച്ചു കൊടുത്തു. അതിലൊരാൾ വീണ്ടും രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി. അപ്പോഴാണ് രാജാവിനൊരു സ്വപ്നം കാണുന്നത്. രാജാവിൻ്റെ സ്വപ്നം കണ്ടപ്പോൾ ആ സ്വപ്നം വ്യാഖ്യാനിക്കാൻ ആ ലോകത്തിലുള്ള അല്ലെങ്കിൽ ആ രാജ്യത്തുള്ള ഒരാൾക്കും പറ്റിയില്ല. അപ്പോൾ ഇവൻ പറഞ്ഞു, അപ്പോഴാണ് ഇവൻ കാര്യം ഓർക്കുന്നത്. എന്താണ്? എനിക്കിങ്ങനെ ഒരു സന്ദേശം തന്ന ആളുണ്ട്. അവൻ രാജാവ് പറഞ്ഞു, അവനെ കൊണ്ടുവരാൻ പറഞ്ഞു. ഇനിയുണ്ട് അവൻ്റെ കാലഘട്ടം, സഹനത്തിൻ്റെ കാലഘട്ടം സന്തോഷത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അവൻ വന്നു. രാജാവിനുണ്ടായ സ്വപ്നം അവൻ വ്യാഖ്യാനിച്ചപ്പോൾ എന്തുണ്ടായി? സ്വപ്നം കറക്റ്റായിരുന്നു. 7 വർഷം സമൃദ്ധിയുടെ കാലഘട്ടമാണ്. 7 വർഷം ദാരിദ്ര്യത്തിൻ്റെ കാലഘട്ടമാണ്. ഒരു രാജ്യത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യം അവൻ അങ്ങ് പ്രവചിച്ചു. നമ്മൾ ഈ ചോട്ട എന്നല്ലെങ്കിൽ ജ്യോതിഷൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഈ ആഭിചാര പ്രവൃത്തികൾ ചെയ്യുന്ന അടുത്തോ അല്ലെങ്കിൽ കൈനോട്ടക്കാരൻ്റെ അടുത്തോ പോയാൽ എന്താ ഗുണം എന്ന് പറയുമോ? ഗുണം എന്നല്ല, ആയുസ് തീരുന്നു എന്നല്ല, തലമുറ തീരും. പക്ഷേ നമ്മുടെ ജോസഫ് എന്നുണ്ടായി. ഈ പ്രശ്നം വന്ന സമയത്ത്, രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ഓടിയ സമയത്ത് അവൻ ഏതെങ്കിലും ഒരു ജ്യോതിഷൻ്റെ അടുത്തേക്ക് പോയോ? എന്താണ് ജയിലിൽ കിട്ടാൻ പോകുന്നത്? അവൻ ഏതെങ്കിലും കബഡി നിരത്താൻ പോയോ? ഏതെങ്കിലും കൈ നോക്കാൻ പോയോ? ഇല്ല. അവൻ ആ സഹനം ഏറ്റെടുത്തപ്പോൾ എന്തുണ്ടായി? ദൈവം ജയിലറയിൽ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വേറൊരു വ്യക്തിയെ നമ്മൾ കാണും. ആരാണ്? ജയിലറയിൽ കർത്താവ് കൂടെ നിന്നത് ആരാ?
പൗലോസും ശീലാസും. പഴയ നിയമത്തിൽ ദാനിയേലിൻ്റെ ഒപ്പം കർത്താവ് ഉണ്ടായിരുന്നു. ദാനിയേലിൻ്റെ ഒപ്പം കർത്താവ്. ഇനി എന്തുണ്ടാ? ഒരു ദേശത്തെയാണ് ഒരു മനുഷ്യൻ രക്ഷിക്കുന്നത്, ആണോ? ആ ദേശം മാത്രമല്ല, തൊട്ട് കിടത്തുന്ന രാജ്യങ്ങളെല്ലാം രക്ഷപ്പെടാം. അവിടേക്ക് ഭക്ഷണപദാർത്ഥങ്ങൾ വാങ്ങാൻ ആരാ വരുന്നത്? സഹോദരന്മാർ. അപ്പോൾ ആദ്യം അവൻ കണ്ട ദർശനങ്ങളെല്ലാം പിന്നീട് പ്രാവർത്തികമായി. ഹല്ലേലൂയ. ആ വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത്. ഈ ജോസഫിന്റെ ഭവനം തീജ്വാലയായി മാറും. എന്നിട്ട് പറയാണ്, ഈ ഭവനങ്ങൾ രണ്ടും, ഒന്ന് ഇസ്രായേലാണ്, ഒന്ന് ജോസഫ് ഒരു അധികാരിയാണ്, അല്ലേ? രാജ്യത്തിൻ്റെ അധികാരിയാണ്. ഇവർ രണ്ടാളും കൂടി എന്ത് ചെയ്യും? ഏസാവിൻ്റെ ഭവനം വക്യോലിൻ്റെ ഒരു അപകടമുണ്ട്. എന്താണെന്ന് അറിയുമോ? പെട്രോളിന് തീ പിടിക്കുന്നവരെ വക്യോലിന് തീ പിടിക്കും. അല്ലെങ്കിൽ ഡീസലിനൊക്കെയും കഷ്ടമാണ് പെട്രോൾ പെട്ടെന്ന് കത്തിപ്പടരും. വക്യോലെന്ന് പറയുന്ന സാധനത്തിന് തീ അങ്ങ് വീണാൽ നമ്മൾ നോക്കി നിൽക്കുന്ന നേരം കൊണ്ട് അത് കത്തി ചാവല. അപ്പോൾ ഒന്നാം പ്രമാണം ചെയ്താൽ വരുന്നൊരു സംഭവമാണ് വക്യോല് പോലെ അവൻ്റെ കുടുംബം. ചില വ്യക്തികൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചോദിക്കും, നിൻ്റെ ശരീരത്തിൽ അമിതമായി ചൂടുണ്ടോ? അല്ലെ, ചിലർ പറയും ചൂടുണ്ട്. ചിലപ്പോൾ പെട്ടെന്ന് വിയർക്കും, ശരീരത്തിൽ രോഗങ്ങൾ പെരുകുന്നു. അല്ലേ? കർത്താവാണ് രോഗം തരുന്നത്. ക്യാൻസർ തരുന്ന കർത്താവാണ്, ആണോ? അല്ലല്ലോ. ട്യൂമർ തരുന്ന കർത്താവാണ്. അങ്ങനെയാണ് കർത്താവിനെ വിളിക്കേണ്ട പേരെന്താണെന്ന് അറിയാമോ? ക്യാൻസർ, ട്യൂമർ, കിഡ്നി, ഹൃദയ സംബന്ധ അലർജി രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, പാണ്ട് രോഗങ്ങൾ, അല്ലെങ്കിൽ ലിവർ സോറിയസിസ്, മന്ത് രോഗങ്ങൾ, ഓട്ടിസം, സോറിയാസിസ്, അല്ലെങ്കിൽ യൂട്രസ് സംബന്ധമായ രോഗങ്ങൾ, ബാലൻസ് എന്ന രോഗങ്ങൾ വന്നാൽ കർത്താവിനെ വിളിക്കേണ്ട പേര് സാഡിസ്റ്റ് എന്ന. കർത്താവല്ല തരുന്നത്. കർത്താവിന് അങ്ങനെ നമ്മോട് ചെയ്യാൻ പറ്റില്ല. കാരണം കർത്താവ് സ്വന്തം രക്തവും സ്വന്തം ശരീരത്തിലൂടെയാണ് നമ്മളെ സൃഷ്ടിച്ചത്. അത് വീണ്ടും കർത്താവ് സ്വന്തം ശരീരവും സ്വന്തം രക്തവും ഭക്ഷണപദാർത്ഥങ്ങളായിട്ട് നമുക്ക് നൽകുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാ, സൗഖ്യപ്പെടുത്താൻ വേണ്ടിയാ. ഹല്ലേലൂയ. അതുകൊണ്ട് ചെറിയ ലാഭത്തിന് വേണ്ടി, ലാഭത്തിന് വേണ്ടി, ഭക്ഷണപദാർത്ഥങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തെ ഉപേക്ഷിക്കുന്ന ഒരു കുടുംബം ഏസാവിൻ്റെ ഭവനം പോലെ ആകുമെന്നാണ് വചനം പറയുന്നത്. എന്നിട്ടെന്താ? ഭവനം വക്യോലായും അവർ അവരെ കത്തി. അവരെന്ന് പറയുന്ന ആരാ? യാക്കോബും ജോസഫും. കാരണം എന്താ? യാക്കോബ് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി കാത്തിരുന്നു. ജോസഫ് സഹനങ്ങൾ ഏറ്റെടുത്ത് ജയിലിൽ പോയി കിടന്നു. ഹല്ലേലൂയ. പാകിസ്ഥാനിലൊരു പെണ്ണുണ്ട്, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ശാലോമിൽ പത്രത്തിൽ വന്നു. അവൾ യേശുവിനെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അവൾ യേശുവിൻ്റെ ശിഷ്യയായിട്ട് മാറി. വചനം പറയാൻ തുടങ്ങിയപ്പോൾ എന്നോടെ ഇവൾക്ക് ദർശനങ്ങളുണ്ട്, ഇവൾക്ക് വെളിപാടുണ്ട്. വചനം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവൾ ദർശനം ഉപയോഗിച്ച് ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവൾ നടത്തുന്ന കൺവെൻഷനുകളിൽ ധാരാളം ആളുകൾ വന്നപ്പോൾ എന്താ ഇത്? പാകിസ്ഥാൻ ഒരു വിജാതീയ രാജ്യമാണ്. ഇവളെ പിടിച്ച് അവരെന്ത് ചെയ്തു എന്നറിയുമ്പോൾ എവിടെ ഇട്ടു? ജയിലിൽ. നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഇവളെ പിടിച്ച് ജയിലിലിട്ടു. ഇവൾ ജയിലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു എന്നറിയാമോ? എന്ത് ചെയ്തു? അവിടെയും ശുശ്രൂഷ തുടങ്ങി. കാരണം എന്താ? അവിടെയാണ് ശുശ്രൂഷ കേൾക്കാൻ പറ്റുന്ന ആൾക്കാർ കിടക്കുന്നത്. കാരണം എന്താ? നമുക്ക് നാട്ടിൽ നടന്ന അത്രയൊന്നും ആൾക്കാർ വരില്ല, അല്ലേ? ജയിലിൽ കിടക്കുന്നവർ സഹനത്തിൻ്റെ തീച്ചൂളയിലാണ് കിടക്കുന്നത്. ഇവിടെ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ജയിലറയിൽ കിടക്കുന്ന ജയിൽ പുള്ളികൾ വചനം കേൾക്കാൻ വന്നെന്ന് മാത്രമല്ല, ഇവളടുത്ത് കൗൺസിലിങ്ങിന് വേണ്ടി വന്നു. ഹല്ലേലൂയ. അപ്പം എന്തായി? ഇവള് അവിടെ ഒരു പ്രശ്നമായിട്ട് മാറി. അപ്പോൾ ജയിലധികാരികൾ ചിന്തിച്ചു, കാരണം ജയിലിൽ കിടന്ന് ഇവള് വചനം പറഞ്ഞാൽ പ്രശ്നം ഗുരുതരാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? ഇവളെ പിടിച്ച് പുറത്തേക്ക് വിട്ടു. ഹല്ലേലൂയ. അതുകൊണ്ട് ഏസാവിന്റെ ഭവനങ്ങൾ നമ്മളായി വീണ്ടും വായിക്കുക. പറയാണ്, ഏസാവിന്റെ ഭവനത്തിൽ ആരും അവശേഷിക്കില്ല. ഒന്നാം പ്രമാണം ചെയ്താലുള്ള ബുദ്ധിമുട്ട്
പ്രശ്നം എന്ന് പറയുന്ന അവൻ്റെ ദേശം പോലും കത്തിച്ചാമ്പലാവും. അവൻ്റെ കുടുംബത്തിൽ ഒരാൾ പോലും അവശേഷിക്കാത്ത വിധത്തിൽ അത് ദുഷ്ടം തന്നെ കത്തിച്ചാമ്പലും. അതുകൊണ്ട് ഈശോ പറയണം, ഞാൻ മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനല്ല ഞാൻ വന്നത്. ഞാൻ വന്നത് ജീവനുണ്ടാകാനും സമൃദ്ധമായി ഉണ്ടാകാനും. ഹല്ലേലൂയ. വീണ്ടും പറയാണ്, നെഗബിയിലുള്ളവർ ഏസാവ് മലയും ഷെഫായിലുള്ളവർ ഫിലിസ്ത്യരുടെ ദേശവും കൈവശമാക്കും. ഈ ഏസാവ് മല അടുത്ത ടീം ഒന്ന് പിടിച്ചെടുക്കുക അല്ലേ? ആണോ? ഏസാവ് മല ആരാ? നെഗബിയിലുള്ളവർ വന്നിട്ട് ഏസാവ് മല പിടിച്ചെടുക്കും. അപ്പോൾ ഒന്നാം പ്രമാണം ചെയ്താൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ, നമ്മുടെ കുടുംബം ഇല്ലാതാകുന്നതോടൊപ്പം, നമ്മുടെ തലമുറ ഇല്ലാതാകുന്നതോടൊപ്പം, നമ്മുടെ എന്താ പറഞ്ഞാൽ ഒരു ആൺതരി ഇല്ലാതാകുന്നതോടൊപ്പം നമ്മുടെ ദേശം മറ്റു വിശ്വാസികൾ വന്ന് കീഴ്പ്പെടുത്തും. ഹല്ലേലൂയ. 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 അടുത്തത് പറയാണ്, ഷെബേലായുള്ളവർ ഫിലിസ്ത്യരുടെ ദേശവും കൈവശമാക്കും. ഫിലിസ്ത്യരാണ് ദൈവത്തെ എതിർക്കുന്നവരാണ് ഫിലിസ്ത്യർ. ഫിലിസ്ത്യരുടെ ദേശം. ഫിലിസ്ത്യരെ തോൽപ്പിക്കാൻ വേണ്ടി ആരാ കർത്താവ് അയച്ചത്? സാംസൺ അല്ലേ? സാംസൺ ഫിലിസ്ത്യരുമായിട്ട് യുദ്ധം ചെയ്തു. എന്നിട്ട് ഫിലിസ്ത്യരുമായിട്ട് അവൻ്റെ കൃപ അവർ ചോർത്തിക്കളഞ്ഞു. ഹല്ലേലൂയ. അവസാനം എന്തുണ്ടായി? ആ ദേശത്തെ നിവാസികളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ദേശത്തെ ഒരു പെണ്ണുമായിട്ട് സ്നേഹിച്ച് അവൻ്റെ കൃപ നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. അതുകൊണ്ട് പറയാം, ഫിലിസ്ത്യർ അവരുടെ ദേശം ഷെഫായിലുള്ളവർ വന്ന് കൈവശമാക്കി. അവർ എഫ്രായിമിന്റെയും സമരിയായുടെയും ദേശം കൈവശപ്പെടുത്തും. അവർ എന്ന് പറഞ്ഞാൽ ദേശങ്ങളിങ്ങനെ പിടിപ്പെടുക. അപ്പോൾ വിശ്വാസികളായ സമൂഹം എന്ത് ചെയ്യുന്നു കഴിഞ്ഞാൽ ദേശങ്ങൾ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. കേരളത്തിൽ അപ്പോൾ നിലവിളിക്കുന്നവരുണ്ടാവണോ? വിളിക്കണോ? ഇപ്രകാരം ഈശോ പറയാണ്, ഇൻസുലിൻ ജേസു എന്ന പുസ്തകത്തിൽ പറയാ, എനിക്ക് വേണ്ടി കരയാൻ ആരുമില്ല, എനിക്ക് വേണ്ടി നിലവിളിക്കാൻ ആരുമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. പുസ്തകത്തിൽ പറയാം 425 പറയാണ്, പിതാവിനോടുള്ള ഹൃദയത്തിൻ്റെ പ്രാർത്ഥനയുടെയും ചേർന്ന് എൻ്റെ വൈദികർ അർപ്പിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മാത്രമേ വരാനിരിക്കുന്ന അന്ധകാര ശക്തിയിൽ നിന്നും എൻ്റെ സഭയെ രക്ഷിക്കുവാനും സമാശ്വസിപ്പിക്കാനും കഴിയും. ഏതിനാ കഴിയുള്ളെന്ന്? വരാനിരിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ യുഗാന്ത്യം, അന്ത്യകാലം. അന്ത്യകാലത്ത് രക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാണ്. എന്താണ്? വൈദികർ അർപ്പിക്കുന്ന പ്രാർത്ഥന. വൈദികർ അർപ്പിക്കുന്ന പ്രാർത്ഥന ഏതാണ്? പ്രാർത്ഥനയും വിശുദ്ധ കുർബാനയും. വിശുദ്ധ കുർബാനയും. ഹല്ലേലൂയ. അതിനാണ് വൈദികനോട് പറയുന്നത്, നീ നിൻ്റെ ദൗത്യം വചനം പ്രസംഗിക്കുകയല്ല, നിൻ്റെ ദൗത്യം മാമോദീസ മുക്കുകയല്ല, നിൻ്റെ ദൗത്യം പഠിപ്പിക്കുകയല്ല, നിൻ്റെ ദൗത്യം രോഗികളെ സുഖപ്പെടുത്തുകയല്ല, മറിച്ച് നീ എൻ്റെ അടുത്ത് ഇരിക്കുക. ഡോക്ടറാകാൻ പോകുന്ന ഒരു കുട്ടി പോകുന്ന സമയം തൊട്ട് രോഗികളെ നോക്കാറുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. അല്ലെങ്കിൽ ഡോക്ടറേറ്റ് പഠിച്ച് വിജയിച്ചതിന് ശേഷം മാത്രമാണ് രോഗികളെ നോക്കാൻ പറ്റുക. അല്ലെന്നുണ്ടാ രോഗി മരിക്കും. അപ്പോൾ ഈശോ പറയുന്നത്, ആ അന്ധകാരത്തിൻ്റെ ദിനത്തിൽ നിനക്ക് ഈ ജനത്തെ രക്ഷിക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നീ എന്നോട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് നിനക്ക് ഇവരെ രക്ഷിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് പറയാണ്, അന്ധകാരത്തിൽ നിന്നും എൻ്റെ സഭയെ രക്ഷിക്കുവാനും സമാശ്വസിക്കുവാനും അവർക്ക് മാത്രമേ കഴിയൂ. പ്രാർത്ഥിക്കാത്തൊരു മനുഷ്യന് രക്ഷപ്പെടാൻ കഴിയില്ല. വീണ്ടും പറയാണ്, എൻ്റെ വൈദ്യയുടെ പ്രാർത്ഥന ഞാൻ യാചിക്കുന്നു, ആരാധനയുടെയും പരിഹാരത്തിൻ്റെയും യാചനയുടെയും പ്രാർത്ഥന. അപ്പം എന്തൊക്കെയാണ് പ്രാർത്ഥന? യാചനയാണ്. ജനത്തിന് വേണ്ടി പുരോഹിതൻ യാചിക്കും. നമ്മളൊരു ധൂപാർച്ചന ചെയ്യുന്ന സമയത്ത് 2 കാര്യം അവിടെ ചെയ്യുന്നത്. ഒന്ന്, പുരോഹിതൻ ചെയ്യുന്നത് ജനത്തിന് വേണ്ടി പ്രാർത്ഥന കേൾക്കാൻ, യാചന കേൾക്കാൻ വേണ്ടി ധൂപാർച്ചന നടത്തുന്നു. രണ്ടാമത് പാപപരിഹാരം ചെയ്യുകയാണ്. ധൂപാർച്ചന പ്രാർത്ഥനയ്ക്ക് അതുകൊണ്ട് പറയാണ്, യാചിക്കുന്നു, ആരാധിക്കുന്നു. ആരാധിക്കുന്ന ആർക്ക് വേണ്ടിയാ? തൻ്റെ ജനം ദൈവത്തെ ആരാധിക്കാത്തത് കൊണ്ട് അവർക്ക് വേണ്ടി കൂടി ആരാധിക്കുന്നു. ഹല്ലേലൂയ. ഈ ലോക്ക്ഡൗണിൻ്റെ കാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, ചില വൈദികർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അവിടെ ദേവാലയം തുറന്നിട്ട് കുർബാന അർപ്പിച്ചു. എങ്ങനെ അർപ്പിച്ചത്? ഇടവകയിലെ അംഗങ്ങളുടെ ഫോട്ടോ മേടിച്ചിട്ട്
ആ ഫോട്ടോ കസേരയിൽ ഒട്ടിച്ചിട്ട് കുർബാന അർപ്പിച്ചു. ആരെങ്കിലും കണ്ടവരുണ്ടോ? അങ്ങനെ ചെയ്ത് ആരുമില്ല, ആരും കണ്ടില്ല. വൈദികർ അവരോട് പറഞ്ഞു ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞു. എന്നിട്ട് ആ കുടുംബാംഗങ്ങളുടെ ഫോട്ടോ വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ പുരോഹിതൻ ബലി അർപ്പിക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ എന്തുണ്ട്? കസേരകൾ കിടപ്പുണ്ട് അല്ലേ? ആ കസേരകളിൽ ഫോട്ടോ ഒട്ടിച്ചിട്ട് ഈ കാരണം ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടമാണ്, പള്ളിയിൽ വരാൻ അവർക്ക് സാധിക്കില്ല, നിയമങ്ങൾ അനുകൂലമല്ല. അതുകൊണ്ട് ആ പുരോഹിതൻ അവരുടെ ഫോട്ടോ വെച്ചിട്ട് പ്രാർത്ഥിച്ചു. അല്ലേ? നമ്മുടെ ഇടവകയിൽ വരുന്നവരുടെ ഇരിക്കുന്ന സ്ഥലമൊക്കെ ഏകദേശം പുരോഹിതന് തന്നെ അറിയാം. പുരോഹിതനെ അറിയില്ലെങ്കിലും ആർക്കറിയാം? ഭിത്തിക്ക് അറിയാം. ഭിത്തിയിൽ അവിടെ നമ്മുടെ നെറ്റിയുടെ ചെളി, ഈ മുടിയുടെ എണ്ണയൊക്കെ അവിടെ ഉണ്ടായിരിക്കും. അതിൽ വിദേശത്ത് ആദ്യമായിട്ട് ചെയ്തത് എനിക്ക് റോമിലൊരു പുരോഹിതനാണ് ചെയ്തത്. എല്ലാവരുടെ ഫോട്ടോ മേടിച്ചിട്ട് വെച്ചിട്ട് പ്രാർത്ഥിച്ചു, അവർക്ക് വേണ്ടി ആരാധിച്ചു. അവർക്ക് പള്ളിയിൽ വരാൻ പറ്റുന്നില്ല, അതുകൊണ്ട് എന്ത് ചെയ്തു? അവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നദ്ധയിൽ ഒരു പുരോഹിതൻ പ്രാർത്ഥിച്ചു. കാരണം എന്താ? ദൈവത്തിനും ജനത്തിനും മധ്യം നിൽക്കുന്ന ഒരു മധ്യവർത്തിയാണ് നിത്യപുരോഹിതനായ യേശുവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന പുരോഹിതൻ. മൂന്നാമത്തെ കാര്യം പറയാണ്, അവർക്ക് എന്തിനാ? പരിഹാരം ചെയ്യണം. നിങ്ങളൊരു വൈദികനടുത്ത് കുമ്പസാരിച്ച് പോകുന്നുണ്ട് അല്ലേ? ആ വൈദികൻ പരിഹാരം ചെയ്യുന്നുണ്ടോ? പരിഹാരം ചെയ്യുന്നുണ്ടോ? കുമ്പസാരം എന്ന് പറയുന്നത് നിസ്സാരമൊന്നുമല്ല. കഴിഞ്ഞ ദിവസം ഈ പുസ്തകത്തിൽ തന്നെ വായിക്കുമ്പോൾ പറയാണ്, മനസ്താപപ്രകടനം എന്ന് പറഞ്ഞത് ശക്തമായിട്ട് പ്രാർത്ഥനയാണ്. അല്ലേലിയാം, അല്ലേലിയാം, അല്ലേലിയ. അതുകൊണ്ട് പരിഹാരം ചെയ്തത് സ്നേഹമുള്ളവരെ, നമ്മൾ ഈ കാലഘട്ടത്തിൽ നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം 1-2 കുടുംബങ്ങളെ കണ്ടിട്ട് വെള്ളമടിച്ച പോലെ കിക്ക തലക്കി. കാരണം ഈ നിയമങ്ങളും കൽപ്പനകളും ലംഘിച്ച് ജീവിക്കുന്നവർ വിചാരിക്കുന്നത് ഇതൊന്നും കർത്താവ് കാണുന്നില്ല, കേൾക്കുന്നില്ല എന്ന്. അങ്ങനെയല്ല, ഇതൊരു പൈശാചികമായ ഒരു കാലഘട്ടമാണ്, സാത്താൻ്റെ ആധിപത്യമുള്ള ഒരു കാലഘട്ടമാണ്. അതിനെന്താ പരിഹാരം? പരിഹാരം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന വെള്ളം പോലെ ഒഴുകണം. പ്രാർത്ഥന വെള്ളം പോലെ. അപ്പോൾ ഈ കുടുംബത്തെ വിളിച്ചുകൊണ്ടെന്ന് അതിക്ക് മുമ്പ് ഒരു തവണ വന്നു പോയതാ. പക്ഷെ ഇവരെ നമുക്ക് മനസ്സിലായില്ല, തുറക്കാൻ പറ്റിയില്ല, അവരുടെ ഹൃദയം തുറക്കാൻ പറ്റില്ല. കുമ്പസാരിക്കെന്ന് പറഞ്ഞാൽ നമുക്ക് കുമ്പസാരയ്ക്ക് സിസ്റ്റർമാരെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ്? തുപ്പി, നോക്കി, അടിച്ചു, കുത്തി, ഇടിച്ചു. അത് ആദ്യകാലത്ത് കൊച്ചുകുട്ടിയായിരുന്ന സമയത്ത് അവൻ നോക്കിയിട്ടുണ്ടാവും, കുത്തിയിട്ടുണ്ടാവും, ഇടിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മൾ പറയുന്നത് എന്താണ്? ഇടിച്ചു, കുത്തി. അതുകൊണ്ട് ഈ മനുഷ്യൻ കുമ്പസാരിക്കുന്നുണ്ട്, ചേച്ചിയും കുമ്പസാരിക്കുന്നുണ്ട്. പക്ഷേ വലിയ ഇടവകയിൽ വലിയ പ്രശ്നം പിടിച്ച കേസാണ്. അപ്പോൾ ഈ സഹോദരൻ വിളിച്ചുകൊണ്ടുവന്ന ചേട്ടനോട് പറഞ്ഞു, ഞാനവിടെ ഒരു തവണ പോയതാ, പക്ഷെ അച്ഛനെങ്ങനെയെന്ന് ഇങ്ങനെ നെടുവീർപ്പിടുന്നൊക്കെയും കണ്ടു, കൂട്ടുവായിടുന്നു, എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ സഹോദരൻ പറഞ്ഞു, ചേട്ടൻ ഒരു കാര്യം ചെയ്യും, ഒരു കർണക്കൊന്ത വലിയിട്ട് ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. ഒരു കർണക്കൊന്ത വലിയിട്ട് ഇവിടെ വന്നത് വയ്യ. അപ്പം നമ്മൾ പറഞ്ഞു, അവസാനം പ്രാർത്ഥിക്കുന്നു, ചേട്ടൻ അങ്ങനെ പോകണ്ടെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചപ്പോൾ ഈ ചേട്ടൻ പറയാം, അവർ 2 മണിക്കൂറിൻ്റെ മുകളിലെടുത്തു ഒരു കുടുംബത്തിന് വേണ്ടി. തുറന്നു കഴിഞ്ഞപ്പോൾ മനുഷ്യൻ പറയാം, ആ കുടുംബം, ഭാര്യയും ഭർത്താവും മക്കളും പറയാം, ഇപ്പോൾ വലിയ ആശ്വാസമായി അച്ഛാ, ആശ്വാസമായി. അപ്പോളാണ് പറയണത് ഒരു കർണക്കൊന്ത. ഞാൻ പറഞ്ഞു, ഒരു കർണക്കൊന്തയല്ല ചെല്ലേണ്ടത്, ഒരു 7 കർണക്കൊന്തെങ്കിലും ചെല്ലണം. അല്ലേലിയാ. കൊച്ചുകുട്ടിയാണെങ്കിൽ ഒരു കർണക്കൊന്തയ്ക്കും ചെല്ലിയത്. കാരണം എന്താ? അവൻ വലിയ പാപത്തിലേക്ക് അവൻ വീണിട്ടുണ്ടാവില്ല. അല്ലേലിയാ. ഇപ്പം കേരളത്തിലെ കൊച്ചുകുട്ടിയാണെങ്കിലും ചിലപ്പോൾ 7 ചെല്ലേണ്ടി വരും. അല്ലേലിയാ. സോഷ്യൽ മീഡിയ അവൻ്റെ കയ്യിലാണ്. അല്ലേലിയാ. സോഷ്യൽ മീഡിയ അവൻ്റെ കയ്യിലാണ്. അല്ലേലിയാ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഏത് ചേട്ടനാന്ന് ചോദിച്ചു. ഞാൻ വന്നിട്ട് പറഞ്ഞു, 4 ജപമാലയും 7 കർണക്കൊന്തെങ്കിലും ചെല്ലണം. കാരണം എന്താ? തുറന്നു കിട്ടണം. നമ്മൾ കൗൺസിലറിനെ അല്ല ആശ്രയിക്കേണ്ടത്, ആണോ? ഒരച്ഛനെയാണോ ആശ്രയിക്കേണ്ടത്? ആണോ? അല്ല, കർത്താവിൽ ആശ്രയം. കർത്താവെ, എൻ്റെ അടയ്ക്കപ്പെട്ട കുടുംബത്തിൻ്റെ ആത്മീയ മേഖല കർത്താവെ നീ തുറന്നു തരണം. എൻ്റെ അടയ്ക്കപ്പെട്ട കുടുംബത്തിൻ്റെ ആത്മീയ മേഖല കർത്താവെ നീ തുറന്നു തരണം. ആത്മീയ മേഖല അടയ്ക്കപ്പെട്ടാൽ ആത്മീയ മേഖല തുറന്നു കിട്ടണമെങ്കിൽ നമ്മൾ ജപമാല കൂടുതൽ ചൊല്ലി പ്രാർത്ഥിക്കണം, കർണക്കൊന്ത കൂടുതൽ ചൊല്ലി പ്രാർത്ഥിക്കണം. അതാണ് പുരോഹിതൻ അവർക്ക് വേണ്ടി പരിഹാരം. നമുക്ക് ചില ദിവസം ഇവിടെ വരുന്ന ആളെക്കുറിച്ച് നമുക്കറിയാൻ പറ്റും. ചിലപ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ട് വീഴും.
മുട്ടുകുത്തി കൈ വിരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കൈ വിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണു. ഇവിടെയല്ല, രാത്രി എഴുന്നേറ്റ് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി തലേ ദിവസം പിറ്റേ ദിവസം പ്രാർത്ഥിക്കുമ്പോഴുള്ള അനുഭവം പറഞ്ഞു. അതുകൊണ്ട് മൂന്നാമത് പറയാണ് യാചനയുടെ പ്രാർത്ഥന. എന്നിട്ട് പറയുന്നത് ആത്മാർത്ഥമായും നിരന്തരമായും പ്രാർത്ഥന ഞാൻ അവരോട് ആവശ്യപ്പെടുന്നു. ജനത്തിൻ്റെ പ്രാർത്ഥന പുരോഹിതന് ചെയ്യാൻ പറ്റും. അടയ്ക്കപ്പെട്ട ഹൃദയങ്ങൾ തുറന്നു കൊടുക്കാൻ പറ്റുന്നത് ആർക്കാ? പുരോഹിതൻ്റെ പ്രാർത്ഥന വഴി തുറന്നു കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് വീണ്ടും കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവരുടെ ഹൃദയങ്ങളിൽ ഇടമില്ലാത്തവിടുത്ത് മർമ്മശബ്ദമായി എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് ഉയരുന്ന ആത്മബലിയായിത്തീരുന്ന പ്രാർത്ഥന. വീണ്ടും പറയുന്ന ജാഗ്രതയോടെ പ്രാർത്ഥിക്കുന്ന വൈദികരെ എനിക്ക് വേണം. കാരണം സഭ ഉണരണമെങ്കിൽ, ഒരു പുതിയ പന്തക്കസ്ത വേണമെങ്കിൽ, ജനം പാപത്തിൽ നിന്ന് മോചനം വേണമെങ്കിൽ ആത്മാവിൽ ജ്വലിക്കുന്ന പുരോഹിതര്, ശുശ്രൂഷകർ വേണം. ഒരു കാലത്ത് ശാലോമിൽ എന്തോരുണ്ട്, എന്താ തീ പിടിച്ചവർ ആരെങ്കിലും തീ പിടിച്ച ആത്മാക്കൾ, അങ്ങനെയുള്ള ആത്മാക്കൾ വേണം. 450 രൂപയ്ക്കും കൊടുത്ത് ഒരു കുർബാനയ്ക്ക് പോയ ഒരു തെങ്ങ് കയറുന്ന മനുഷ്യനുണ്ട്, തങ്കച്ചൻ. പഴയ കാലത്ത് 450 രൂപ അല്ലേരിയ. അന്ന് കുർബാനയ്ക്ക് വല്ല 50 രൂപ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവൻ കുർബാനയ്ക്ക് വേണ്ടി കൊടുത്ത എത്രയാണ്? 450 രൂപയാണ് ജീപ്പിൻ്റെ കാശ്. ഇന്നെന്തായി? ഇവൻ തെങ്ങ് കയറുന്നവനല്ല, ഇന്ന് കർത്താവിൻ്റെ ശുശ്രൂഷകനായിട്ട് മാറി. തെങ്ങ് കയറുന്നവനെ കർത്താവ് എന്ത് ചെയ്തു? ശുശ്രൂഷകനായിട്ട് മാറ്റിയത്. എങ്ങനെ മാറ്റിയത്? കുർബാന അർപ്പണ, അവൻ്റെ വിശുദ്ധ കുർബാന. അതുകൊണ്ട് കുർബാനയെക്കുറിച്ച് പ്രകാരം പറയാണ്, എൻ്റെ അഭ്യർത്ഥന പ്രത്യുത്തരിക്കുന്നവനും എൻ്റെ ശിഷ്യന്മാർക്ക് ഞാൻ നൽകിയ ആദ്യ കൽപ്പനയ്ക്ക് പ്രത്യുത്തരം നൽകുന്നവരും ഇപ്പോഴും വളരെ കുറവാണ്. ആദ്യ കൽപ്പന ഏതാണ്? കൂടെ ഇരിക്കുക. നിങ്ങളോട് പറയുന്നുണ്ടോ? നിങ്ങളോട് പറയുന്നുണ്ടോ? ഒരു ഇടവകയിലെ വൈദികൻ മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത്, വൈദികന് വലിയൊരു സപ്പോർട്ട് കൊടുക്കണം. നമ്മളെവിടെ വായിക്കുന്ന അവിഞ്ഞോൺ പേപ്പസി അല്ലേ? അവിഞ്ഞോൺ പേപ്പസി വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, അവിഞ്ഞോണിൻ്റെ കാലഘട്ടത്തിൽ ജനിച്ച് വളർന്ന ഒരു വ്യക്തിയാണ് ആര്? സീനായിലെ കാതറിൻ. എന്ത് ചെയ്ത്? ഒരു വലിയൊരു സംഘടന ഉണ്ടാക്കി. സംഘടന എന്ന് പറഞ്ഞാൽ ഭക്തസംഘടനയല്ല, മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നവരുടെ വലിയ സംഘടന ഉണ്ടാക്കി. ആർക്ക് വേണ്ടിയാ? അവിഞ്ഞോൺ പോപ്പസി മാറി പോപ്പിൻ്റെ ഭരണം റോമിലേക്ക് പോകാൻ വേണ്ടി. മാർപ്പാപ്പയ്ക്ക് എന്താ വലിയൊരു താങ്ങായിട്ട് പിന്നാലെ നിന്നു. അവിഞ്ഞോൺ പോപ്പസി എന്ന് പറഞ്ഞാൽ ഏകദേശം കുറേ നാൾ അവിഞ്ഞോണിലായിരുന്നു മാർപ്പാപ്പയുടെ ഭരണം. ആ കാലഘട്ടം എല്ലാം കുടുംബം തകർന്നു, കുടുംബ ബന്ധങ്ങൾ തകർന്നു. മക്കളില്ലാതെ മദ്യപാനം മയക്കുമരുന്ന് രാസതയെ. അതുകൊണ്ട് ഈ സീനയിലെ കത്തനീനെ ജനിച്ച് വളർന്ന് അവൾ കർത്താവിൻ്റെ മെസ്സേജ് കിട്ടി. ആ മെസ്സേജിൻ്റെ അടിസ്ഥാനത്തിൽ മാർപ്പാപ്പ അവിഞ്ഞോണിൽ നിന്നും റോമിലേക്ക് വരുമ്പോൾ, റോമിൽ അന്ന് കത്തോലിക്ക തിരുസഭയ്ക്ക് എതിരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നവർ കൈയടിച്ച് തപ്പ് കൊട്ടി മേളങ്ങൾ കൊട്ടി റോമിലേക്ക് മാർപ്പാപ്പയെ സ്വീകരിച്ചു. അതാണ് അവിഞ്ഞോൺ പോപ്പസി എന്ന് പറയുന്നത്. അല്ലേരിയ. അപ്പം നമ്മുടെ ഇടവക ദേവാലയം എന്തായിരിക്കും? അവിഞ്ഞോൺ പോപ്പസി ഉണ്ടാവും. ആളുകളെല്ലാം ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ, വൈദികൻ മാത്രം ഉള്ളെങ്കിൽ ആ വൈദികന് വലിയൊരു സപ്പോർട്ട് കൊടുക്കേണ്ട ഒരു പ്രാർത്ഥനാ ചൈതന്യമുള്ള ഒരു കൂട്ടായ്മ ഇടവകയിൽ ആവശ്യമാണ്. ഇടവകയിൽ വിശ്വാസം ഇല്ലാത്തൊരു ഇടവകയിലേക്ക് വന്നാൽ ആ ഇടവകയിൽ അച്ഛന് മുന്നോട്ട് പോകാൻ പറ്റുമോ? പൊതുയോഗം എന്താവും? പൊതുയോഗം എന്ന് പറഞ്ഞ സാധനമുണ്ട്. അച്ചേച്ചി പറയുന്നത് തമ്മിലടിയാണ്. പൊതുയോഗമൊക്കെ വിജയിക്കണമെങ്കിൽ വലിയൊരു പ്രാർത്ഥനയുടെ സപ്പോർട്ട് വേണം. ഒരു സ്ഥലത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഇപ്രകാരം പറഞ്ഞ് കൈക്കാരന്മാരെ തിരഞ്ഞെടുക്കാമാണ്. കൈക്കാരന്മാരെ തിരഞ്ഞെടുക്കുന്നവർ മദ്യം കഴിക്കാൻ പാടില്ല, പുകവലിക്കാൻ പാടില്ല. ഇങ്ങനെ എല്ലാ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചേച്ചിമാരെ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞേ, അങ്ങനെയാണെങ്കിൽ ഇടവകയിൽ കൈക്കാരനാകാൻ ഒരാൾ മാത്രമേ സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞു. അച്ഛൻ ആരാന്ന് ചോദിച്ചു. അച്ഛൻ തന്നെ. കാരണം ഇടവകയിലെ
മിക്ക ചേട്ടന്മാരും, മിക്കല്ല ഭൂരിഭാഗവും കുടിക്കുന്നവരാണ് അച്ഛൻ എന്ന് പറയും. കുടിക്കുന്നവരാണെന്ന് ആർക്ക് അറിയാൻ പറ്റുന്നത്? അച്ഛന്മാർക്ക് അറിയാൻ പറ്റുമോ? ആർക്ക്? ഭാര്യയ്ക്ക് അറിയാം. അച്ഛാ, ഈ ഇടവകയിൽ എല്ലാ ചേട്ടന്മാരും കുടിക്കുന്നവരാണ്, വലിക്കുന്നവരാണ്, ചീട്ട് കളിക്കുന്നത്. അതുകൊണ്ട് കൈക്കാരനാകാനുള്ള യോഗ്യതയുള്ള ഒരു വ്യക്തി മാത്രമേ ഇടവകയിലുള്ളൂ. അത് ഞങ്ങളുടെ വികാരി അച്ഛനാണ്. ഉണ്ടായ സംഭവമാണ്. അച്ഛൻ പാലക്കാട് ടൗണിൽ തന്നെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അച്ഛനും ചിരിച്ചു. അച്ഛനാകാൻ പറ്റുമോ? അതുകൊണ്ട് വീണ്ടും പറയാണ്, അങ്ങനെയുള്ള വൈദ്യരുണ്ടാകണം. അതിനാര് പ്രാർത്ഥിക്കണം? ആര് പ്രാർത്ഥിക്കണം? ജനം പ്രാർത്ഥിക്കണം. അല്ലേരിക്കാം. ജനം മനം തൊന്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം. അതുകൊണ്ട് പറയാ, അവർ തന്നെ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിൽ ഞാൻ നൽകുന്ന മധുരം, സ്വാന്തനം, സാന്നിധ്യം എന്നിവയുടെ കിടപിടിക്കുന്ന യാതൊരു മധുരവും സുഖവും സാന്നിധ്യവും വേറെ സ്ഥലങ്ങളിൽ നിന്ന് കിട്ടില്ല. നമ്മുടെ കുട്ടികളെ എന്തിനു വേണ്ടിയാണ് ഓടുന്നത്? മധുരത്തിന് വേണ്ടി അല്ലേ? നമ്മുടെ പിള്ളേർ എന്തിനു വേണ്ടി ഓടുന്നത്? സ്വാതന്ത്ര്യത്തിന് വേണ്ടി. നമ്മുടെ പിള്ളേർ ഓടുന്നത് എന്താ? സാന്നിധ്യത്തിന് വേണ്ടി അല്ലേ ഇരിക്കാം. അതുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ കിട്ടുന്നതാണ് മധുരം, വിശുദ്ധ കുർബാനയിൽ കിട്ടുന്നതാണ് സ്വാന്തനം, വിശുദ്ധ കുർബാനയിൽ കിട്ടുന്നതാണ് സാന്നിധ്യം അല്ലരിയാം. ആ സാന്നിധ്യവും ആ മധുരവും ആ സ്വാതന്ത്ര്യവും ഈശോ പറയാ ലോകത്തിൽ ഒരു സ്ഥലത്തും കിട്ടില്ല. ഒരു സ്ഥലത്ത് ചിലപ്പോൾ ഞാൻ ഇന്ന് ഓർക്കും, കർത്താവേ, ഞാൻ അങ്ങയുടെ മുമ്പിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് ഞാനൊരു വിട്ടിയില്ലേന്ന് നോക്കും. വിട്ടിയല്ലേന്ന് നോക്കി നമ്മളെടുത്ത് വായിക്കുമ്പോൾ അതേ കർത്താവ് പറയാ, പുത്തൻ ഉടമ്പടിയുടെ വൈദികരെന്ന നിലയിൽ ഞാൻ നിന്നോട് പറയാം, ആദ്യത്തെ കൽപ്പന എന്താ? പ്രാർത്ഥനയാണ്. എൻ്റെ മുമ്പിൽ ഉണർന്നിരിക്കുന്നതാണ്. എൻ്റെ വേറെ സ്ഥലത്ത് പറയാ, നീ എൻ്റെ കൃഷ്ണമണിയാണ്. നീ എൻ്റെ സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നീ ചെയ്യേണ്ട ജോലികളെല്ലാം ഞാൻ പോയി ചെയ്യും അല്ലേരിക്കാം. നമ്മളെല്ലാ ജോലിയും കഴിഞ്ഞിട്ടേ പ്രാർത്ഥിക്കാൻ വരുള്ളൂ അല്ലേ? എല്ലാ ജോലിയും കഴിഞ്ഞിട്ടേ പ്രാർത്ഥിക്കാൻ വരുള്ളൂ. ഒരു ചേട്ടൻ ഇവിടെ വന്നു, പ്രാർത്ഥിക്കാൻ വന്നു. എനിക്ക് ആ ചേട്ടനോട് വലിയ സ്നേഹമാണ്. എന്താണെന്ന് വെച്ചാൽ ആ ചേട്ടൻ പറഞ്ഞു, ഞാൻ പുറത്ത് പോയിട്ട് വന്നാൽ എൻ്റെ ചേച്ചി വന്നിട്ട് മണം വായ തുറക്കാൻ പറയും, മണത്ത് പോകും. മദ്യം കഴിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, എൻ്റെ ചേട്ടൻ ഒരു മെഷീൻ മേടിച്ച് വെച്ചു മതിയില്ലേ? മതിയോ? നിങ്ങളെന്താ മിണ്ടാത്ത? നിങ്ങൾ കണ്ടല്ലേ ചേട്ടാ, നിങ്ങൾ വണ്ടി ഓടിക്കുന്നില്ല. അതാ വണ്ടിയൊക്കെ ഓടിച്ചുമ്പോൾ പോലീസുകാർ വണ്ടി നിർത്തും. അതുകൊണ്ടൊന്ന് മണക്കാൻ പറഞ്ഞൊരു മെഷീൻ കാണിക്കും. മെഷീൻ കാണിക്കുമ്പോൾ അത് ഷെയറിന് അടിക്കുകയാണ്, ഓൺ അടിക്കുകയാണെങ്കിൽ കുടിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ അപ്പോൾ ചേച്ചി ഒരു മെഷീൻ മേടിച്ച് വെച്ചാൽ ചേട്ടൻ പോരുമ്പോൾ മണപ്പിക്കുക. പക്ഷെ അടിച്ചിട്ടുണ്ടോ? വീട്ടിൽ കണ്ട പുറത്ത് താമസിക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ ചേച്ചിയാണ് ഭരിക്കുന്നത്. ചേച്ചി പറയും ജവമാല എല്ലിക്കോളാൻ പറയും. ജവമാല എല്ലിക്കോളാൻ പറഞ്ഞിട്ട് മുറിയിൽ ഈ കരിക്കറി അരിയും പച്ചക്കറി. പ്രാർത്ഥന പഠിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെയും പഠിക്കണം. ഞാൻ അപ്പോൾ പറഞ്ഞു, ഓരോ ഈ വെണ്ടയ്ക്കും മുറിക്കുമ്പോൾ ഇവിടുന്ന് നന്മ നിറഞ്ഞെല്ലും ചേച്ചി അകത്തിരുന്നിട്ട് പരിശുദ്ധമായി. പ്രാർത്ഥനയാണോ? കർത്താവിൻ്റെ അടുത്ത് ഇരിക്കാതെ, നിനക്ക് ദൈവ ആദ്യ കൽപ്പന പാലിക്കാതെ നീ എൻ്റെ ശിഷ്യനാകാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്തുണ്ടെന്ന് അറിയുമോ? എന്തുണ്ട്? ഈശോയെ പ്രലോഭകൻ സമീപിച്ചതുപോലെ എന്നെ പ്രലോഭകൻ പിശാച് എന്നെ ടാർജറ്റ്. പിശാച് ഈ കാലഘട്ടത്തിൽ നമ്മളെ വേട്ടയാടുന്നുണ്ടോ? ഉണ്ടോ? കുടുംബങ്ങളെ വേട്ടയാടുന്നുണ്ടോ? നിങ്ങളെ പ്രാർത്ഥിക്കുന്നവരെ വേട്ടയാടുന്നുണ്ടോ? പിശാച് വേണ്ട, നിങ്ങളുടെ കുടുംബങ്ങൾ വേട്ടയാടുന്നുണ്ടോ? നിങ്ങൾ മക്കളെ വേട്ടയാടുന്നുണ്ടോ? ഉണ്ടോ? അതിനെക്കുറിച്ച് ഇൻസിന് ജേസത്ത് പറയാം, നീ ഇന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ അന്ധകാരം നിൻ്റെ കുടുംബത്തെ മൂടുമ്പോൾ, അന്ധകാരം നിൻ്റെ ഇടവകയെ മൂടുമ്പോൾ നീ പ്രകാശമായിട്ട് മാറും. നീ പ്രകാശമായിട്ടും അല്ലേ?